ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ ഒന്നാമത്തെ ദിവസത്തെ ക്ലാസ് ആണ് നമ്മുടെ ഇന്നത്തെ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും പ്രാർത്ഥനയും എല്ലാം പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ LDCക്കും അതേപോലെ തന്നെ LGSനും ഏറ്റവും പുതിയതായിട്ട് നമ്മുടെ ബാച്ചായിട്ടുള്ള സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, ഇതിനെല്ലാം നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും പ്രാർത്ഥനയും എല്ലാം കൊണ്ടാണ് നമുക്ക് നല്ല രീതിയിൽ പോകാനായിട്ട് സാധിച്ചത്. അപ്പോൾ തുടർന്നും അങ്ങനെ തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ നിലവിലെ 3 സബ്ജക്റ്റാണ് നിലവിലെ ഇന്നത്തെ ക്ലാസ്സിൽ വരുന്നത്. ഒന്ന് ഹിസ്റ്ററി, പിന്നെ വരുന്നത് മലയാളം, ഇംഗ്ലീഷ്, പിന്നെ മാത്സ് ആണ്. മാത്സിൻ്റെ മാത്രം നമ്മൾ ചോദ്യങ്ങൾ നിലവിൽ നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിൽ തരും. അപ്പോൾ ആ ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, ബാക്കി എല്ലാത്തിൻ്റെയും ക്ലാസ് നിങ്ങൾക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. എന്താണോ സിലബസിൽ പറയുന്നത് അത് നിങ്ങളെ പഠിപ്പിച്ച് സെറ്റാക്കി തന്നെയായിരിക്കും ഓരോ ദിവസവും ക്ലാസ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മൊത്തമായി കാണാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ഓരോ ക്ലാസ്സും കണ്ടിന്യൂവേഷൻ ഉള്ള ക്ലാസ് ആയിരിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ടോപ്പിക്സും നമ്മൾ കവർ ചെയ്ത് തന്നെയാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ക്ലാസ്സും അടുത്തൊരു ക്ലാസ്സിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് മൊത്തമായിട്ട് കാണുക, ഒരു ദിവസം പോലും സ്കിപ്പ് ചെയ്യരുത്. അതേപോലെ തന്നെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും PDF നോട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിലായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ടെലഗ്രാം ചാനലിൽ കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആത്മാർത്ഥമായിട്ട് പഠിക്കുന്നവർക്കുള്ളതാണ് ഗവൺമെൻറ് ജോലി എന്നുള്ളത് എപ്പോഴും നിങ്ങൾ മനസ്സിൽ ഒന്ന് ഓർക്കുക. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഷ്ടപ്പെടുക, അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ട് പഠിക്കുക, അതുമാത്രമാണ് നല്ലൊരു ജോലി കിട്ടാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ഒരിക്കൽ കൂടി സ്നേഹവും സപ്പോർട്ടും അതേപോലെ തന്നെ പ്രാർത്ഥനയും എല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് കേരള ഹിസ്റ്ററി ആണ്. കേരള ഹിസ്റ്ററിയുടെ അകത്ത് നമ്മൾ ഇന്ന് പഠിക്കുന്നത് അറൈവൽ ഓഫ് യൂറോപ്യൻസ് ആണ്. ഓൾറെഡി നമ്മൾ ഇത് പല ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്ത് പോയ ടോപ്പിക്കാണ്. പക്ഷെ ഒത്തിരി പോയിന്റ്സ് കൂടി നമ്മൾ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന എക്സാമിൽ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾ കൂടിയും നമ്മൾ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മക്കളെ, നിങ്ങളിത് മൊത്തമായിട്ടൊന്ന് കേൾക്കുക. കേട്ടാൽ മാത്രം മതി, നിങ്ങൾ എന്ത് ചെയ്തോളും, ഇതെല്ലാം പഠിച്ചോളും. അത്രയ്ക്ക് സെറ്റായിട്ട് തന്നെയാണ് ക്ലാസ് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അതായത് യൂറോപ്യന്മാരുടെ വരവ്. യൂറോപ്യന്മാർ വ്യാപാരത്തിനായി കേരള തീരത്ത് എത്തിയത് ഏത് നൂറ്റാണ്ടിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 15-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടു കൂടിയാണ് യൂറോപ്യന്മാർ വ്യാപാരത്തിനായി കേരള തീരത്തെത്തുന്നത്. അതായത് 15-ാം നൂറ്റാണ്ടിന്റെ അവസാനം. നമുക്കറിയാം വാസ്കോഡ ഗാമ കേരളത്തിൽ വന്ന വർഷം എന്നാണെന്ന് PSC എക്സാമുകളിൽ ഒത്തിരി തവണ ചോദിക്കാറുണ്ട്. അപ്പൊ തന്നെ നമുക്കറിയാം 1498 മെയ് 20. ഓക്കെ, അപ്പോൾ ഏകദേശം 15-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടു കൂടിയാണ് ഇനി ഏത് നൂറ്റാണ്ടിലാണ് വരുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം പറയേണ്ടത്. ഓക്കെ, ഇനി ഇന്ത്യയെ കണ്ടെത്താനുള്ള ഔദ്യോഗിക ശ്രമം ആരംഭിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊളംബസ് ആണ് ഇന്ത്യയെ കണ്ടെത്താനുള്ള ഔദ്യോഗിക ശ്രമം ആരംഭിച്ചത്. ഇന്ത്യയിലെത്തിയ ആദ്യത്തെ വിദേശികൾ ആരാന്ന് ചോദിച്ചാൽ മക്കളെ, ആരാണ് ഇന്ത്യയിലെത്തിയ ആദ്യത്തെ വിദേശികൾ എന്ന് പറയുന്നത്? അറബികളാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെത്തിയ ആദ്യത്തെ വിദേശികൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അറബികളാണ്. ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ പറയുന്ന യൂറോപ്യന്മാര് എന്നുള്ള ഒരു ചോദ്യത്തിനേക്കാൾ മുന്നോടിയായിട്ട് നമ്മൾ ചിലപ്പോൾ ആദ്യം എത്തിയ ഈ പറയുന്ന ആരാണ് വിദേശി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാടിക്കേറി ചിലരൊക്കെ പോർച്ചുഗീസുകാരെന്ന് പറയും. ഓക്കെ, അത് രണ്ടും രണ്ടാണ് ചോദ്യം, പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ഇന്ത്യയിലെത്തിയ ആദ്യത്തെ വിദേശി ആരാന്ന് ചോദിച്ചാൽ അതാണ് അറബികള്. ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യന്മാർ ആരാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് പോർച്ചുഗീസുകാരെന്നുള്ളത് ഓർക്കുക. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെത്തിയ ആദ്യത്തെ വിദേശി ആരാണ്? അറബികളാണ്. ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യൻസ് ആണ് ആരെന്ന് പറയുന്നത്? പോർച്ചുഗീസുകാരെന്ന് പറയുന്നത്. യൂറോപ്യന്മാരുടെ ആഗമനത്തിന് മുൻപ് കേരളവുമായി വാണിജ്യ ബന്ധം പുലർത്തിയിരുന്ന രണ്ട് വിദേശികളായിരുന്നു. ഒന്ന് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ ആളുകൾ, അതായത് അറബികള്, അതേപോലെ തന്നെ ചൈനക്കാര്. ഈ രണ്ട് വിദേശികള് നിലവിൽ എന്ത് ചെയ്യുന്നുണ്ട്? യൂറോപ്യന്മാർ വരുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയില് അല്ലെങ്കിൽ കേരളത്തില് അത്യാവശ്യം കൊള്ളാവുന്ന ഒരു വ്യാപാരം നടത്തിയിരുന്ന വിദേശികളായിരുന്നു ആരൊക്കെ എന്ന് പറയുന്നത്? അറബികളും അതേപോലെ തന്നെ ചൈനക്കാരും. ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള പ്രധാന പ്രവേശന കവാടമായിരുന്നു അന്ന് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഏഷ്യയും അതേപോലെ തന്നെ യൂറോപ്പും തമ്മിലുള്ള വ്യാപാരം നടത്തിക്കൊണ്ടിരുന്നത് അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന സ്ഥലത്തു കൂടിയാണ് അന്ന് എന്ത് ചെയ്തുകൊണ്ടിരുന്നത്? ഈ പറയുന്ന അതായത് പ്രവേശന കവാടമാണ് കോൺസ്റ്റാന്റിനോപ്പിൾ. ഇതുവഴിയാണ് എന്ത് ചെയ്തുകൊണ്ടിരുന്നത്? ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള
കച്ചവട ബന്ധം നടത്തിക്കൊണ്ടിരുന്നത്. ഓക്കെ, നമ്മൾ ഈ ഒരു മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അതായത് ഇവിടെ ഏഷ്യ, അതേപോലെ തന്നെ യൂറോപ്പ്, ഇതിന്റെ സെൻട്രലായിട്ട് ഈ കാണുന്ന ഒരു ഡോട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇതാണ് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത്. ഇതുവഴിയാണ് നിലവിൽ എന്ത് ചെയ്തുകൊണ്ടിരുന്നത്, ഇവിടെയുള്ള ട്രേഡ് മൊത്തം നടന്നുകൊണ്ടിരുന്നത്. അതായത് ഏഷ്യയും അതേപോലെ തന്നെ യൂറോപ്പും, ഇവ രണ്ട് എന്താണ് ഇവിടുന്ന് അതേപോലെ തന്നെ ഇവിടുന്നുമുള്ള എല്ലാ ട്രേഡും എന്താണ് ഈ കാണുന്നതാണ് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത്. ഈ ഒരു കച്ചവട പാതയാണ് നിലവിൽ തുർക്കികള് എന്ത് ചെയ്യുന്നത്, ഈ തുർക്കികൾ അടിച്ചമർത്തി, അതായത് തുർക്കികൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവർക്ക് മറ്റൊരു കപ്പൽ പാത കണ്ടെത്തേണ്ട ആവശ്യകതയിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് അന്ന് വരെയും എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺസ്റ്റാന്റിനോപ്പിൾ വഴിയാണ് ഏഷ്യയും അതേപോലെ തന്നെ യൂറോപ്പും തമ്മിലുള്ള വ്യാപാരം നടത്തിക്കൊണ്ടിരുന്നത്. അത് എന്ത് ചെയ്യാണ്, 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കുന്നു. ഇതാണ് ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള കച്ചവട ബന്ധത്തെ തടസ്സപ്പെടുത്തിയത്. ഓക്കെ, അപ്പോ നിലവില് എന്തായിരുന്നു, അന്ന് വരെയും കോൺസ്റ്റാന്റിനോപ്പിൾ വഴി വ്യാപാരം നടത്തി അത് എന്ത് ചെയ്യാണ്, തുർക്കികൾ കീഴടക്കുകയാണ്. എന്ന് ചോദിച്ചാൽ മക്കളെ, എന്നാണ് AD 1453. ഓർത്തു വെച്ചോ, തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയ വർഷം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാണ്, AD 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കുന്നത്. അന്ന് മുതലാണ് അവർക്ക് എന്ത് ചെയ്യേണ്ടി വന്നത്, അതായത് യൂറോപ്യന്മാർക്ക് കച്ചവടത്തിനായിട്ട് മറ്റൊരു കപ്പൽ പാത കണ്ടെത്തേണ്ട ആവശ്യകതയിലേക്ക് പോയത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, പുതിയൊരു കപ്പൽ പാത കണ്ടെത്തുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. യൂറോപ്യന്മാർ എന്ന് പറയുന്നത് വ്യാപാരത്തിനായി കേരള തീരത്ത് എത്തിയത് ഏത് നൂറ്റാണ്ടിലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, ഏത് നൂറ്റാണ്ടിലാ, 15ാം നൂറ്റാണ്ടിന്റെ അവസാനമാണ്. ഓക്കെ, അപ്പോൾ യൂറോപ്യന്മാര് കേരളത്തിലേക്ക് വന്നത് 15ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടു കൂടി. ഇന്ത്യയെ കണ്ടെത്താനുള്ള ഔദ്യോഗിക ശ്രമം ആരംഭിച്ചത് കൊളംബസ് ആണ്. ഇന്ത്യയിൽ ഈ പറയുന്ന യൂറോപ്യന്മാർ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന വിദേശികൾ ആരൊക്കെയായിരുന്നു എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ വിദേശിയാണ് അറബികൾ എന്ന് പറയുന്നത്, രണ്ടാമത്തെ വിദേശിയാണ് ചൈനക്കാർ. അപ്പോൾ അറബികളും ഉണ്ടായിരുന്നു, ചൈനക്കാരും എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, ഇവിടെ നിലവില് ട്രേഡ് നടത്തുന്നുണ്ടായിരുന്നു. ഓക്കെ, ഇനി നമുക്കറിയാം ഏഷ്യൻ രാജ്യവും അതേപോലെ തന്നെ യൂറോപ്യൻ രാജ്യവും. അപ്പോൾ ഏഷ്യയും അതേപോലെ തന്നെ യൂറോപ്പും, ഓക്കെ, ഇവ തമ്മിൽ കച്ചവട ബന്ധം നടത്തിയിരുന്നത് നിലവിൽ എന്തായിരുന്നു, അവരുടെ പ്രവേശന കവാടമായിരുന്നു ഏതെന്ന് പറയുന്നത്, ഈ കാണുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ. അപ്പോൾ ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള കച്ചവട ബന്ധം നടത്തിയിരുന്നത് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തു കൂടിയാണ്. ഓക്കെ, ഇത് ആര് കീഴടക്കുകയാണ്, AD 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കുന്നു. ഇതാണ് എന്തിലേക്ക് വഴിവെച്ചത്, അതായത് പുതിയൊരു കപ്പൽ പാത കണ്ടെത്തേണ്ട ആവശ്യകതയിലേക്ക് യൂറോപ്യൻസിന് വന്നത്. ഇത്രയും കാര്യങ്ങൾ സെറ്റ് ആണെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത പോയിന്റ്സിലേക്ക് പോവാം. ഓക്കെ, കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ആരാന്ന് ചോദിച്ചാൽ ഇനിയാണ് നമ്മുടെ പോർച്ചുഗീസുകാരിലേക്ക് വരേണ്ടത്. ഓക്കെ, അപ്പോൾ കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യൻ ആരാന്ന് ചോദിച്ചാൽ അതാണ് പോർച്ചുഗീസുകാർ. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെത്തിയ ആദ്യത്തെ വിദേശി അറബികളാണ്. ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യൻസ് ആരാന്ന് ചോദിച്ചാൽ മക്കളെ, അതാണ് ആരെന്ന് പറയുന്നത്, പോർച്ചുഗീസുകാർ. ഓക്കെ, അപ്പോൾ അങ്ങനെ ആദ്യമായി എത്തിയ യൂറോപ്യൻസ് ആണ് പോർച്ചുഗീസുകാര്. ഇന്ത്യയിൽ നിന്നും ആദ്യം തിരിച്ചുപോയ വിദേശി, അതും PSC ചോദിക്കാറുണ്ട്. ആദ്യം എത്തിയത് പോർച്ചുഗീസുകാരാണ്, പക്ഷെ ആദ്യം ഇന്ത്യയിൽ നിന്നും തിരിച്ചുപോയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡച്ചുകാരാണ്. ഓക്കെ, അപ്പോൾ ആദ്യം പോർച്ചുഗീസ്, ആദ്യം തന്നെ ഇവിടുന്ന് തിരിച്ചു പോയത് ആരാന്ന് ചോദിച്ചാൽ ഡച്ചുകാര്. ആദ്യം വന്ന പോർച്ചുഗീസുകാരാണ് ഏറ്റവും കൂടുതൽ കാലം എന്ത് ചെയ്തത്, ഇന്ത്യയിൽ തങ്ങിയത്. അതും നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന പോർച്ചുഗീസുകാർ മുതൽ നമുക്ക് പഠിക്കാം ഫ്രഞ്ചുകാർ വരെ. ഓക്കെ, അപ്പോൾ അത് എപ്പോഴും PSC ചോദിക്കാറുണ്ട്. അതായത് നിലവില് വന്ന യൂറോപ്യന്മാരുടെ കാലഗണനക്രമം അനുസരിച്ച് എഴുതാനൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. അപ്പൊ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമതെത്തിയത്, അതേപോലെ തന്നെ രണ്ടാമതെത്തിയത്, മൂന്നാമതെത്തിയത്, നാലാമതെത്തിയത്. ഓക്കെ, അത് ഓരോന്നും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച യൂറോപ്യന്മാരുടെ ക്രമം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെയാണ് പോർച്ചുഗീസുകാർ. അപ്പോൾ ആദ്യം വന്നത് പോർച്ചുഗീസുകാരാണ്, രണ്ടാമത് വന്നതാണ് ഡച്ചുകാര്, മൂന്നാമത് ബ്രിട്ടീഷ്, നാലാമത് ഫ്രഞ്ചുകാർ. ഓക്കെ, അപ്പോൾ ഇത് പഠിച്ചിരിക്കാനുള്ള ഒരു സിമ്പിൾ കോഡാണ് പോഡ ബി ഫ്രൈ എന്ന് പറയുന്നത്. ഓക്കെ, പോഡ ബി ഫ്രൈ എന്ന് പറയുന്ന ഒരു കോഡ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ഇന്ത്യയിൽ വന്ന
യൂറോപ്യന്മാരുടെ കാലഗണനക്രമം നമുക്കറിയാനായിട്ട് പറ്റും. അപ്പൊ നോക്കിയേ, പോഡ ഫസ്റ്റ് പോർച്ചുഗീസ്, രണ്ടാമത് ഡച്ചുകാര്, മൂന്നാമത് ബി എന്ന് പറയുമ്പോൾ ബീഫ് ഫ്രൈഡ് ബി ബ്രിട്ടീഷുകാര്, ഫ്രൈ എന്ന് പറയുമ്പോൾ ഫ്രഞ്ചുകാര്. ഓക്കെ, അതേപോലെ തന്നെ ഇതിന്റെ ഇടയിൽ നമുക്ക് ഒരെണ്ണം കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അതായത് ഡെൻമാർക്കുകാരെന്ന് പറയുന്ന ഒരു വിഭാഗക്കാര്. അത് നമുക്ക് വരുന്ന വഴി നമുക്ക് പഠിച്ചു പോകാം. ഓക്കെ, ഒരേ ഒരു ചോദ്യം മാത്രമാണ് ഈ പറയുന്ന ഡെൻമാർക്കുകാരെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പൊ ആ ഒരു ചോദ്യം നമ്മൾ പഠിക്കുമ്പോൾ അത് ഡിസ്കസ് ചെയ്തു പോകും. ഓക്കെ, ചില ടെസ്റ്റുകളിൽ എന്താണ് ഈ പറയുന്ന ഡെൻമാർക്കുകാരെന്നും വിശേഷിപ്പിക്കുന്നുണ്ട്. അപ്പോൾ മെയിൻ ആയിട്ട് നമുക്ക് പഠിക്കേണ്ടത് പോർച്ചുഗീസുകാര്, ഡച്ചുകാര്, ബ്രിട്ടീഷുകാര്, ഫ്രഞ്ചുകാര്, ഇത്രയും കാര്യങ്ങൾ സെറ്റായിട്ട് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ ഇതാണ് വന്ന ക്രമം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം പോഡ ബീഫ് ഫ്രൈ ഓർക്കുക, പോർച്ചുഗീസ്, അതേപോലെ ഡച്ച്, ബ്രിട്ടീഷ്, അതേപോലെ ഫ്രഞ്ചുകാര്. ഓക്കെ, ഇനി നമുക്ക് ഓരോരുത്തരെയും വിളിക്കുന്ന പേരുകൾ എപ്പോഴും PSC ചോദിക്കാറുണ്ട്. അതായത് നിലവിൽ പറങ്കികൾ എന്നറിയപ്പെട്ടിരുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, അത് പോർച്ചുഗീസുകാരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, പറങ്കികൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ പറങ്കികൾ എന്ന് വിളിച്ച വിദേശീയരാരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്, പറങ്കികൾ പോർച്ചുഗീസുകാർ. ഓക്കെ, പരന്ത്രീസുകാർ എന്നറിയപ്പെട്ടത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫ്രഞ്ചുകാരാണ് പരന്ത്രീസുകാർ എന്നറിയപ്പെട്ടത്. അടുത്തത് ലന്തക്കാർ എന്നറിയപ്പെട്ടത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡച്ചുകാരാണ്. ലന്തക്കാർ എന്ന പേരിൽ അറിയപ്പെട്ടത് ഡച്ചുകാരാണ്. അടുത്തത് വെള്ളക്കാർ എന്ന പേരിൽ അറിയപ്പെട്ടത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബ്രിട്ടീഷുകാർ. അപ്പോൾ വെള്ളക്കാർ, അതേപോലെ തന്നെ വട്ടത്തൊപ്പിക്കാർ എന്ന പേരിൽ അറിയപ്പെട്ടത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ആര് തന്നെയാണ്, ബ്രിട്ടീഷുകാരാണ്. ഓക്കെ, അതേപോലെ തന്നെ യവനർ എന്നറിയപ്പെട്ടിരുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗ്രീക്കുകാരാണ് യവനർ എന്ന പേരിൽ അറിയപ്പെട്ടത്. ഷീമക്കാർ എന്ന പേരിൽ അറിയപ്പെട്ടത് ആരാന്ന് ചോദിച്ചാൽ അത് ഇംഗ്ലീഷുകാരാണ് ഷീമക്കാർ. ഇനി ഡാനിഷുകാർ എന്നറിയപ്പെട്ടത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡെൻമാർക്കുകാരാണ് ഡാനിഷുകാർ എന്ന പേരിൽ അറിയപ്പെട്ടത്. ആരാണ്, ഡെൻമാർക്കുകാർ. ഓക്കെ, ഡാനിഷുകാർ, ഡെൻമാർക്കുകാർ. അടുത്തതാണ് മാൻസികൾ. പുതിയൊരു പോയിന്റ് ആണ്, എഴുതി വെച്ചോ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിലൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. മാൻസികൾ എന്ന പേരിൽ അറിയപ്പെട്ടത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചൈനക്കാരാണ്. ഓക്കെ, അപ്പോൾ മാൻസികൾ എന്ന പേരിൽ അറിയപ്പെട്ടത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൈനക്കാരാണ്. യാങ്കികൾ എന്ന പേരിൽ അറിയപ്പെട്ടത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും പുതിയൊരു പോയിന്റ് ആണ്, അമേരിക്കക്കാരെ വിളിച്ചിരുന്ന പേരാണ് യാങ്കികൾ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും വിശേഷങ്ങളൊന്ന് ഓർത്തു വെച്ചോ. വിളിപ്പേരുകളാണ്, അതായത് വിദേശീയരെ, ഇങ്ങോട്ടേക്ക് വന്ന വിദേശീയരെ വിളിച്ച പേരുകൾ. പറങ്കി പോർച്ചുഗീസ് നമുക്ക് എല്ലാവർക്കും അറിയാം, പരന്ത്രീസ് ഫ്രഞ്ചുകാരാണ്, ലന്തക്കാർ ഡച്ചുകാർ, വെള്ളക്കാർ ബ്രിട്ടീഷുകാർ, അതേപോലെ യവനർ എന്ന പേരിൽ അറിയപ്പെട്ടത് ഗ്രീക്കുകാരാണ്, ഷീമക്കാർ ഇംഗ്ലീഷുകാരാണ്, ഡാനിഷുകാർ ഡെൻമാർക്കുകാർ, മാൻസികൾ എന്നറിയപ്പെട്ടത് ചൈനക്കാരാണ്, യാങ്കികൾ എന്ന പേരിൽ അറിയപ്പെട്ടത് അമേരിക്കക്കാര്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു പോയിന്റിലേക്ക് പോകാം. അതായത് ആദ്യം വന്ന വിദേശി എന്ന് പറയുന്നത് നമുക്കറിയാം യൂറോപ്യന്മാർ. ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പോർച്ചുഗീസുകാരാണ്. അപ്പൊ ഇനി പോർച്ചുഗീസുകാരെ കുറിച്ചാണ് നമുക്കിനി പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. അതായത് പോർച്ചുഗീസുകാര്. ഓക്കെ, അപ്പോൾ പോർച്ചുഗീസുകാരായിട്ടുള്ള വ്യക്തി നമുക്കറിയാം ആരാണ് ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്, ഈ കാണുന്ന വ്യക്തിയാണ് നമ്മുടെ വാസ്കോഡ ഗാമ എന്ന് പറയുന്ന ആളാണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് എല്ലാവർക്കും തന്നെ അത്യാവശ്യം എല്ലാ ഡീറ്റെയിൽസും അറിയാം. വാസ്കോഡ ഗാമയുടെ ആഗമനം, അതായത് കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യൻ, അതാണ് ആരെന്ന് പറയുന്നത്, വാസ്കോഡ ഗാമ. അപ്പോൾ കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ആണ് ആരെന്ന് പറയുന്നത്, വാസ്കോഡ ഗാമ. വാസ്കോഡ ഗാമയുടെ ആഗമനത്തെ ഏഷ്യയുടെ ചരിത്രത്തിലെ വാസ്കോഡ ഗാമ യുഗത്തിന്റെ തുടക്കം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്, അത് KM പണിക്കറാണ്. ഓക്കെ, അപ്പോൾ KM പണിക്കറാണ് എന്തു പറഞ്ഞത്, വാസ്കോഡ ഗാമയുടെ ആഗമനത്തെ ഏഷ്യയുടെ ചരിത്രത്തിലെ വാസ്കോഡ ഗാമ യുഗത്തിന്റെ തുടക്കം എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് KM പണിക്കർ. ഏകദേശം 5 നൂറ്റാണ്ടോളം നീണ്ടുനിന്ന യൂറോപ്യൻ ആധിപത്യത്തിന് തുടക്കം കുറിച്ചു. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിൽ എത്തിച്ചേർന്ന ആദ്യ യൂറോപ്യൻ ശക്തിയാണ് ആരെന്ന് പറയുന്നത്, പോർച്ചുഗീസുകാരെന്ന് പറയുന്നത്. അപ്പോൾ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴിയാണ് ആര് വരുന്നത്, കേരളത്തിലേക്ക് വാസ്കോഡ ഗാമ എത്തിച്ചേരുന്നത്. വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്ക് ഐതിഹാസിക യാത്ര ആരംഭിച്ച സ്ഥലം എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്, ലിസ്ബൺ ആണ്. 1497 അദ്ദേഹം എന്ത് ചെയ്യുന്നത്, യാത്ര ആരംഭിക്കുന്നത്. ഇന്ത്യയിലേക്ക് ഒരു പുതിയ വാണിജ്യ മാർഗം കണ്ടുപിടിക്കാനും പൗരസ്ത്യ ദേശങ്ങളുമായുള്ള വാണിജ്യ ബന്ധം വികസിപ്പിക്കാനുമായിരുന്നു പോർച്ചുഗൽ രാജാവ് ഡോം മാനുവൽ ഫസ്റ്റ്. മകളെ ഓർത്തു വെച്ചോ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഡോം മാനുവൽ ഫസ്റ്റ് ആണ് വാസ്കോഡ ഗാമയെ എങ്ങോട്ടേക്ക് അയക്കുന്നത്,
ഇന്ത്യയിലേക്ക് അയച്ചത്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഇതാണ് നമ്മുടെ ആരെന്ന് പറയുന്നത് വാസ്കോഡ ഗാമ. അപ്പോൾ വാസ്കോഡ ഗാമയും വാസ്കോഡ ഗാമയുടെ സംഘത്തെ കുറിച്ചൊക്കെ നമുക്കറിയാം. 3 കപ്പലിലാണ് അവസാനം എവിടെ വരുന്നത്, ഈ പറയുന്ന കോഴിക്കോട് എത്തുന്നത്. ഓക്കെ, അപ്പോൾ അവരുടെ യാത്ര ആരംഭിക്കുന്നത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെയാണ് പോർച്ചുഗൽ, ലിസ്ബൺ എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ പറയുന്ന ലിസ്ബൺ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് അവർ എന്ത് ചെയ്യുന്നത്, നിലവിൽ യാത്ര ആരംഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇവർ യാത്ര ആരംഭിച്ചു കഴിഞ്ഞാൽ ആഫ്രിക്കയുടെ ശുഭപ്രതീക്ഷ മുനമ്പ്, ഇതാണ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷ മുനമ്പ് ചുറ്റിയാണ്, അതായത് ലിസ്ബണിൽ നിന്നും നമ്മൾ പറഞ്ഞു 1497 അവിടുത്തെ രാജാവായിട്ടുള്ള ഡോം മാനുവൽ ഫസ്റ്റ് എന്ന് പറയുന്ന രാജാവാണ് ആരെ ഇങ്ങോട്ടേക്ക് അയക്കുന്നത്, വാസ്കോഡ ഗാമയെ ഇങ്ങോട്ടേക്ക് അയക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ അവിടെ നിന്നും അയക്കുമ്പോൾ ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആർക്ക്, ഡോം മാനുവൽ ഫസ്റ്റ് എന്ന് പറയുന്ന രാജാവിന്. കാരണം നമുക്കറിയാം ഈ പറയുന്ന വാസ്കോഡ ഗാമ ഉൾപ്പെടെയുള്ള കപ്പൽപ്പട ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്താണ്, പായക്കപ്പലായിരുന്നു അവരുടെ. അപ്പോൾ എന്താണ് അവരുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് ഒരു വടക്കു നോക്കി യന്ത്രം മാത്രമാണ്. അല്ലാതെ ഇന്നത്തെ പോലെ എന്താണ് പരിഷ്കരിച്ച അല്ലെങ്കിൽ അങ്ങനെയുള്ള കപ്പലുകളോ ആധുനിക സജ്ജീകരണങ്ങളുള്ള കപ്പലൊന്നും ആയിരുന്നില്ല. അപ്പോൾ അവരിങ്ങോട്ടേക്ക് വരുമ്പോൾ അവർക്ക് ഇവിടെ എത്തിച്ചേരുമെന്നോ അതേപോലെ തന്നെ എന്താണ് ഇനി ഇവിടെ നിന്ന് തിരിച്ചു വരുമോ എന്നോ അങ്ങനെ ഒന്നും ആർക്കും ഒരു എന്താണ് ഒരു പ്രതീക്ഷയും ഇല്ലാതെയാണ് അവിടെ നിന്ന് 1497 ലിസ്ബണിൽ നിന്ന് ആര് യാത്ര തിരിക്കുന്നത്, വാസ്കോഡ ഗാമ യാത്ര തിരിക്കുന്നത്. അദ്ദേഹത്തെ ഇങ്ങോട്ടേക്ക് അയച്ച രാജാവ് ലിസ്ബണിലെ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് മക്കളെ, ഡോം മാനുവൽ ഫസ്റ്റ് എന്ന് പറയുന്ന രാജാവാണ് 1497 ലിസ്ബൺ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും വാസ്കോഡ ഗാമയെ ഇങ്ങോട്ടേക്ക് അയക്കുന്നത്. അങ്ങനെ അദ്ദേഹം വന്നത് ഇതാണ്, ഒത്തിരി തവണ ചോദിച്ചൊരു ചോദ്യമാണ്. അദ്ദേഹം ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷ മുനമ്പ് ചുറ്റിയാണ് അദ്ദേഹം എങ്ങോട്ടേക്ക് എത്തുന്നത്, നമ്മുടെ നേരെ ഈ പറയുന്ന കാലിക്കട്ട്, ഇവിടെ കോഴിക്കോട്ടേക്ക് അദ്ദേഹം കാലുകുത്തുന്നത്. ഓക്കെ, കണ്ടോ. അപ്പോൾ എന്താണ് അത്രയ്ക്കും എന്താണ് ഒരു സാഹസിക യാത്ര തന്നെയായിരുന്നു അദ്ദേഹം നടത്തിയത്. ഓക്കെ, സെന്റ് ഗബ്രിയേൽ എന്ന് പറയുന്ന കപ്പലായിരുന്നു അദ്ദേഹത്തിന്റെ. അപ്പോൾ ഇവിടെ നിന്നും യാത്ര ആരംഭിച്ച് ഇങ്ങനെ കറങ്ങി അവസാനം ഇവിടെ എത്തി. എന്നിട്ട് എന്ത് ചെയ്തു, വളരെ നല്ല രീതിയിൽ തന്നെ അദ്ദേഹം തിരിച്ചു പോവുകയും ചെയ്തു. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പിന്നീട് അദ്ദേഹത്തെ ഒത്തിരി വിശേഷണങ്ങൾ ഡോം മാനുവൽ നൽകുകയുണ്ടായത്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പറയാം. അപ്പോൾ ഈ കാര്യം നിങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു. ലിസ്ബണിൽ നിന്നും 1497 പോർച്ചുഗല് ലിസ്ബൺ ഇവിടെ നിന്നും യാത്ര തിരിക്കുകയാണ്. 1497 കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കറങ്ങിയെത്തിയ അവസാനം 1498 കോഴിക്കോട് കാപ്പാട് എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, കാലുകുത്തുന്നത്. ആര്, വാസ്കോഡ ഗാമ. അദ്ദേഹത്തെ അയച്ചത് ഡോം മാനുവൽ ഫസ്റ്റ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യം വ്യക്തമായെന്ന് കരുതുന്നു. അദ്ദേഹം എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഇന്ത്യയിലേക്ക് ഒരു പുതിയ വാണിജ്യ മാർഗം കണ്ടുപിടിക്കാനും പൗരസ്ത്യ ദേശങ്ങളുമായുള്ള വാണിജ്യം വികസിപ്പിക്കാനുമായിരുന്നു പോർച്ചുഗൽ രാജാവ് ഡോം മാനുവൽ ഫസ്റ്റ് വാസ്കോഡ ഗാമയെ എങ്ങോട്ടേക്ക് അയക്കുന്നത്, ഇന്ത്യയിലേക്ക് അയച്ചത്. വാസ്കോഡ ഗാമ ആദ്യമായി കേരളത്തിലെത്തിയത്, മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത്. വാസ്കോഡ ഗാമ ആദ്യമായി കേരളത്തിൽ എത്തിയ വർഷം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1498 മെയ് 20 വാസ്കോഡ ഗാമ കേരളത്തിൽ എത്തുന്നത്. 1498 കോഴിക്കോട് ചേമഞ്ചേരി പഞ്ചായത്തിലെ കാപ്പാട് കടപ്പുറത്ത് പന്തലായിനി ബീച്ചിലാണ് വാസ്കോഡ ഗാമ കപ്പലിറങ്ങുന്നത്. ഓക്കെ, പണ്ടൊക്കെ എവിടെയാണ് വാസ്കോഡ ഗാമ വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1498 കോഴിക്കോട് എന്നുള്ള ഉത്തരങ്ങളായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ കുറച്ചുകൂടി എന്ത് ചെയ്യണം, അതിന്റെ സ്ഥലം ഏതാന്നുള്ളതും അതേപോലെ തന്നെ ഏത് കടപ്പുറമാണെന്നുള്ളതും പഞ്ചായത്ത് ഏതാണെന്നും ഇതൊക്കെ പഠിക്കേണ്ടി വരും. അപ്പൊ ഇങ്ങനെ പഠിച്ചു വെച്ചോ. 1498 കോഴിക്കോട് ചേമഞ്ചേരി പഞ്ചായത്തിലെ കാപ്പാട് കടപ്പുറത്ത് പന്തലായിനി ബീച്ച്, ഇവിടെയാണ് വാസ്കോഡ ഗാമ എന്ത് ചെയ്യുന്നത്, കപ്പലിറങ്ങുന്നത്. ഒന്നുകൂടി പറയാം, കോഴിക്കോട് ചേമഞ്ചേരി പഞ്ചായത്ത് കാപ്പാട് കടപ്പുറത്ത് പന്തലായിനി ബീച്ച്, ഇവിടെയാണ് വാസ്കോഡ ഗാമ എന്ത് ചെയ്യുന്നത്, കപ്പലിറങ്ങുന്നത്. പോർച്ചുഗീസുകാർക്ക് കോഴിക്കോടിനെ വിളിച്ചിരുന്നത് അന്ന് കാലേക്കൂറ്റ് എന്ന പേരിലാണ്. ഓക്കെ, അപ്പൊ പോർച്ചുഗീസുകാരെ കോഴിക്കോടിനെ വിളിച്ചിരുന്നത് ഏതു പേരിലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാലേക്കൂറ്റ് എന്ന പേരിലാണ് വിളിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ അന്ന് ഈ പറയുന്ന ശ്രീധരൻ മേനോന്റെ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം എന്താണ് 80ഓളം കപ്പലുകളാണ് അവിടെ നിന്നും എന്ത് ചെയ്യുന്നത്, യാത്ര തിരിക്കുന്നത്. അതിൽ നിന്നും ആകെ 3 മാത്രമാണ് നിലവിൽ എന്തിലേക്ക് വരുന്നുള്ളൂ, നമ്മുടെ ഈ പറയുന്ന കാപ്പാട് കോഴിക്കോട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തുന്നുള്ളൂ. ഓക്കെ, ഇനി വാസ്കോഡ ഗാമ കോഴിക്കോട് നഗരത്തിനടുത്തുള്ള കോവിലകത്ത് ചെന്ന് സാമൂതിരിയെ സന്ദർശിക്കുകയും
അദ്ദേഹം കച്ചവടത്തോട് എതിർപ്പ് കാട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതായത് നിലവില് ഈ പറയുന്ന എന്താണ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കറങ്ങി തിരിഞ്ഞ് അവസാനം വന്നു ചേരുന്നത് ഇവിടെയാണ്, കാലിക്കറ്റ്. അതായത് കോഴിക്കോടാണ് വാസ്കോഡ ഗാമ എന്ത് ചെയ്യുന്നത്, ആദ്യമായി കാലുകുത്തുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഈ കാണുന്ന വ്യക്തിയാണ് വാസ്കോഡ ഗാമ. അദ്ദേഹത്തെ പോലെയുള്ള കുറെ ആളുകളാണ് കപ്പലിൽ നിന്നും ചാടി കോഴിക്കോട്ട് കടപ്പുറത്ത് പന്തലായനി ബീച്ചിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ അവിടെയുള്ള ആളുകളൊക്കെ എന്താണ് പെട്ടെന്ന് ഇവരെ കണ്ടു കഴിഞ്ഞപ്പോൾ അപരിഷ്കൃതരായിട്ടുള്ള കുറെ ആളുകൾ വന്നു എന്ന ഭീതിയിൽ ഓടിപ്പോവാണ് ഉണ്ടായത് എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ എന്ത് ചെയ്യാണ്, വാസ്കോഡ ഗാമ അവിടെ വന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ കോഴിക്കോട് ആരാന്ന് നമുക്കറിയാം. നിലവിലെ കേരളത്തിന്റെ ആ ഒരു എന്താണ് ഭരണം എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് കോഴിക്കോട്, അതേപോലെ തന്നെ എന്താണ് ഈ തൊട്ടപ്പുറത്ത് കൊച്ചി, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താണ് കണ്ണൂര്. ഓക്കെ, അപ്പോൾ മലബാർ, അതേപോലെ തന്നെ എന്താണ് കൊച്ചി, കണ്ണൂര്, അങ്ങനെ എന്താണ് ഓരോ തട്ടുകളായി തിരിച്ചാണ് അവിടെ ഭരണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആദ്യം ഇവർ ചെന്ന് ചേരുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ അടുത്താണ്, നമ്മുടെ കോഴിക്കോട് സാമൂതിരിയുടെ അടുത്താണ് ആദ്യമായിട്ട് വാസ്കോഡ ഗാമ എന്ത് ചെയ്യുന്നത്, ചെല്ലുന്നത്. അതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്യാണ്, ചോദിക്കുകയാണ്, കോവിലത്തെ സാമൂതിരിയെ സന്ദർശിച്ച് ചോദിക്കുകയാണ്, ഞങ്ങളിവിടെ കച്ചവടം നടത്തിക്കോട്ടെ എന്നുള്ള ഒരു പെർമിഷൻ ചോദിക്കുകയാണ്. പക്ഷേ അദ്ദേഹം എതിർക്കുകയാണ്. എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, നിലവിൽ ഈ പറയുന്ന അന്ന് സാമൂതിരിക്ക് ഇവിടെ അറബികളും അതേപോലെ തന്നെ ചൈനക്കാരുമായിട്ട് കൊള്ളാവുന്ന എന്തുണ്ട്, ഒരു കച്ചവടമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവര് എന്ത് ചെയ്തത്, സാമൂതിരി കച്ചവടത്തിന് എതിർപ്പ് കാണിച്ചത്. ഓക്കെ, അപ്പോൾ സാധാരണ നമുക്കറിയാം നിലവിൽ അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ട്രേഡ് ആരായിട്ടുണ്ട്, നമ്മുടെ അറബികളും അതേപോലെ തന്നെ എന്താണ് ചൈനക്കാരുമായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലേക്ക് ഈ പറയുന്ന ഒരു എന്താണ് ഇവരെ കുറിച്ച് യാതൊരു നമുക്കറിയില്ലാത്ത മറ്റൊരാളുമായിട്ട് വലിയൊരു ട്രേഡ് നടത്താനായിട്ട് സ്വാഭാവികമായിട്ടും നമ്മൾ ആരാണെങ്കിലും എന്ത് ചെയ്യും, ചെറിയൊരു പേടി ഉണ്ടാവും. അപ്പൊ അതേപോലെ തന്നെയാണ് നിലവിൽ എന്ത് ചെയ്തത്, സാമൂതിരി വലിയ കാര്യമായിട്ട് അതുകൊണ്ട് എന്ത് ചെയ്തില്ല, ഇവരുമായിട്ടുള്ള കച്ചവടത്തിന് കൂടുതലൊന്നും എന്താണ് സമ്മതിക്കാനോ അതേപോലെ തന്നെ എന്താണ് കൂടെ കൂടാനൊന്നും അവർ സമ്മതിച്ചില്ല, എതിർപ്പ് കാണിക്കുകയാണ് സാമൂതിരി ചെയ്യുന്നത്. ഓക്കെ, ഇതേ തുടർന്ന് 1498 ഓഗസ്റ്റിൽ വാസ്കോഡ ഗാമയ്ക്ക് കോഴിക്കോട് വിടേണ്ട അവസ്ഥ വരികയാണ്. യാത്രാമധ്യേ അദ്ദേഹം കോലോത്തിരി രാജാവിന്റെ ക്ഷണമനുസരിച്ച് കണ്ണൂരിൽ ഇറങ്ങുകയാണ്. ഓക്കെ, അപ്പോൾ നേരെ എന്താണ് കണ്ണൂരിലേക്ക് പോവാണ്. കണ്ണൂരിൽ ഇറങ്ങി അവിടെ പോർച്ചുഗീസുകാർക്ക് എല്ലാ വാണിജ്യ സൗകര്യങ്ങളും ആര് കൊടുക്കുകയാണ്, കോലോത്തിരി വാഗ്ദാനം കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ കോഴിക്കോട് സാമൂതിരി എതിർപ്പ് കാണിച്ചെങ്കിലും എന്താണ് കണ്ണൂർ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എന്താണ് ഫുൾ സപ്പോർട്ടാണ് ഗാമയ്ക്ക് ഉണ്ടായത്. പോർച്ചുഗീസ് കപ്പലിൽ ചരക്ക് കയറ്റുന്നതിനെ പറ്റി കോലോത്തിരി വാസ്കോഡ ഗാമയുമായി കരാറിലും ഏർപ്പെടുകയാണ്. വാസ്കോഡ ഗാമ 1498 നവംബറിൽ കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട് 1499 അദ്ദേഹം എവിടെ എത്തുകയാണ്, ഈ പറയുന്ന ലിസ്ബണിൽ എത്തുകയാണ്. ഓക്കെ, അപ്പോൾ 1498 ഇവിടെ വരുന്നു. പിന്നീട് എന്ത് ചെയ്യാണ്, ഈ പറയുന്ന നമ്മുടെ കോഴിക്കോട് സാമൂതിരിയുമായിട്ട് വലിയ നല്ല രീതിയിലുള്ള ഒരു കച്ചവടം അദ്ദേഹത്തിന് കിട്ടുന്നില്ല. അദ്ദേഹം തിരിച്ചു പോകുമ്പോൾ യാത്രാമധ്യയാണ് കണ്ണൂരിൽ കോലോത്തിരിയുമായിട്ട് സന്ധിയിൽ ഏർപ്പെടുകയും പിന്നീട് അവിടെ വെച്ച് എന്ത് ചെയ്യാണ്, നല്ലൊരു ട്രേഡ് അദ്ദേഹത്തിന് കിട്ടുകയാണ്. അതിനുശേഷം 1499 എന്ത് ചെയ്യാണ്, ഗാമ കണ്ണൂരിൽ നിന്നും എന്ത് ചെയ്യാണ്, നേരെ തിരിച്ചു പോവാണ് 498 നവംബറിൽ. അങ്ങനെ 499 അദ്ദേഹം വീണ്ടും എന്ത് ചെയ്യാണ്, ലിസ്ബണിൽ തിരിച്ചെത്തുകയാണ്. വാസ്കോഡ ഗാമ അന്ന് സഞ്ചരിച്ച കപ്പലിന്റെ പേര് നമുക്കറിയാം. നിലവിലെ സെന്റ് ഗാബ്രിയേൽ എന്ന് പറയുന്ന കപ്പലിലാണ് വാസ്കോഡ ഗാമ ഇങ്ങോട്ടേക്ക് വരുന്നത്. PSC മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് ആ ഒരു ചോദ്യം. വാസ്കോഡ ഗാമ സഞ്ചരിച്ച കപ്പലിന്റെ പേരെന്താണ് എന്ന് ചോദിച്ചാൽ മക്കളെ ഏതാണ്, സെന്റ് ഗബ്രിയേൽ. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. വാസ്കോഡ ഗാമ സഞ്ചരിച്ച കപ്പലിന്റെ പേരാണ് സെന്റ് ഗബ്രിയേൽ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് കപ്പൽ വ്യൂഹങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നായിരുന്നു സെന്റ് റാഫേൽ, അതേപോലെ തന്നെ സെന്റ് ബറിയോ. ഓക്കെ, അപ്പൊ 3 കപ്പലുകളാണ് നിലവിൽ എന്ത് ചെയ്തത്, കോഴിക്കോട് നങ്കൂരമിടാനായി വന്നത്. അതില് ഗാമയുടെ കപ്പലായിരുന്നു സെന്റ് ഗബ്രിയേൽ. കൂടെ ഉണ്ടായിരുന്ന കപ്പൽ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഏതൊക്കെയാണ്, സെന്റ് റാഫേലും അതേപോലെ തന്നെ സെന്റ് ബറിയോ. ഓക്കെ, അങ്ങനെ 3 കപ്പലാണ് കോഴിക്കോട് നഗരത്ത് വന്ന് നങ്കൂരമിട്ടത്. ഓക്കെ, ഇനി വാസ്കോഡ ഗാമയ്ക്കൊപ്പം കേരളത്തിൽ പോർച്ചുഗീസ് നാവികനായി എത്തിയതാണ് അൽവാരോ വെൻഹോവ്. ഓക്കെ, ഇനി വാസ്കോഡ ഗാമയുടെ യാത്രയ്ക്ക് ചെലവായ എത്രയാണോ കിട്ടിയത് അതിന്റെ 60 ഇരട്ടിയോളം ലാഭമാണ് ഇന്ത്യയിൽ നിന്നും കൊണ്ടുപോയ വിഭവങ്ങൾ വിറ്റഴിക്കുക വഴി ലഭിച്ചത്. ഓക്കെ, അപ്പോൾ എന്തായിരുന്നോ ഇവിടെ വാസ്കോഡ ഗാമ നമ്മൾ പറഞ്ഞു 1497 ലിസ്ബൺ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ഡോം മാനുവലിന്റെ ആവശ്യാനുസരണം അവിടെ നിന്നും യാത്ര തിരിച്ച്
ഇവിടെ നമ്മുടെ കോഴിക്കോട് കപ്പൽ ഇറങ്ങുമ്പോൾ അതുവരെ ചെലവായ തുക എത്രയാണോ അതിൻ്റെ 60 മടങ്ങ് സ്വത്തുമായിട്ടാണ് ഗാമ എന്ത് ചെയ്യുന്നത് 1499 ലിസ്ബൺ എന്ന് പറയുന്ന സ്ഥലത്ത് ഡോം മാനുവലിന്റെ അടുത്ത് തിരിച്ചെത്തുന്നു. അപ്പൊ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. അതായത് നിലവിൽ അവിടെ നിന്ന് വന്ന് ഏകദേശം എന്താണ് 2 വർഷങ്ങൾക്ക് ശേഷം എന്താണോ കൊണ്ടുവന്ന് അതിൻ്റെയൊക്കെ എന്താണ് 60 മടങ്ങ് സ്വത്തുമായിട്ടാണ് ആരെങ്ങോട്ടേക്ക് വരുന്നത്, വാസ്കോഡ ഗാമ എങ്ങോട്ടേക്ക്, ലിസ്ബണിലേക്ക് എത്തുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് നമുക്കറിയാം, നമുക്ക് 7ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ പറയുന്നുണ്ട് കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക് എന്ന് പറയുന്ന ഒരു ടോപ്പിക് നമുക്ക് പഠിക്കാനുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഈ പറയുന്ന വാസ്കോഡ ഗാമ ഇവിടെ വന്ന് അങ്ങോട്ടേക്ക് പോയപ്പോൾ എന്താണോ അവിടെ നിന്ന് അദ്ദേഹത്തിന് ചെലവായ തുക അതിൻ്റെ 60 മടങ്ങ് കൊണ്ടുപോകാനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഈ ഒരു പോയിന്റ് നോക്കിക്കഴിയുമ്പോൾ മനസ്സിലാവും. അതായത് കറുത്ത പൊന്നിനുണ്ടൊരു കഥ പറയാൻ എന്ന് പറയുന്ന ഈ ഒരു കോളം, അതായത് ഞാൻ കുരുമുളക് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള യൂറോപ്പിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ശൈത്യകാലം ആരംഭിക്കുന്നതിന് മുമ്പ് അവിടുത്തെ കർഷകർ അവരുടെ ആടുമാടുകളിൽ കുറച്ചെണ്ണത്തെ കൊന്ന് ഇറച്ചിയായി സൂക്ഷിക്കുമായിരുന്നു. ശൈത്യകാലത്തെ മഞ്ഞുവീഴ്ച കാരണം മേൽച്ചിൽപ്പുറങ്ങളിൽ പുൽനാമ്പുകൾ തളിർത്തിരുന്നില്ല. ഈ സമയത്ത് തീറ്റ കമ്മിക്കിടയാക്കി മനുഷ്യർക്കും ഭക്ഷ്യക്ഷാമം നേരിട്ടു. കാലികളെ കൊന്ന് ഇറച്ചിയായി സൂക്ഷിച്ചാണ് ഇതിന് പരിഹാരം അവർ കണ്ടെത്തിയത്. ഇന്നത്തെ പോലെ വൈദ്യുതീകരണ ശീതീകരണ സംവിധാനമോ ഇല്ലാത്ത കാലമാണെന്ന് ഓർക്കുക. ഇറച്ചി ദീർഘകാലത്തേക്ക് കേടുകൂടാതെ സൂക്ഷിക്കാനും അതേപോലെ തന്നെ അതിന് രുചി നൽകാനും അവർ എണ്ണയാണ് ഉപയോഗിച്ചത്. ആരെ? നമ്മുടെ കുരുമുളകിന്. കാരണം കുരുമുളക് എന്താണ് നിലവിൽ എന്താണ് ഇത് ഉണക്കി പൊടിച്ച് അതാണ് ഈ പറയുന്ന ഇറച്ചിയിൽ അവർ എന്ത് ചെയ്യുന്നത് കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നത്. അതേപോലെ തന്നെ ചുരുക്കത്തിൽ ഞാൻ അവർക്ക് അത്യാവശ്യമായിരുന്നു. ഞാൻ മാത്രമല്ല, നമ്മുടെ നാട്ടിലെ ഏലം, കറുവപ്പട്ട, ഇഞ്ചി എന്നിവയും അവർക്ക് പ്രിയപ്പെട്ടതായിരുന്നു. ഞങ്ങളെ തേടി പണ്ട് മുതലേ കച്ചവടക്കാർ ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു. ഇതാണ് കുരുമുളകിന്റെ കഥ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വാസ്കോഡ ഗാമ ഇങ്ങോട്ടേക്ക് വന്ന് അദ്ദേഹം ഈ ഒരു ബോക്സ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സ്റ്റേറ്റ്മെന്റ് ലെവലിലുള്ള ചോദ്യങ്ങളിൽ വേണമെങ്കിൽ ചോദിക്കാം. വാസ്കോഡ ഗാമയുടെ യാത്രയ്ക്ക് ചെലവായ തുകയുടെ 60 ഇരട്ടിയോളം ലാഭമാണ് ഇവിടെ നിന്ന് കൊണ്ടുപോയ വിഭവങ്ങൾ വിറ്റഴിക്കുക വഴി ലഭിച്ചത്. കാരണം ഇവിടെ നിന്ന് എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താണ് കണ്ണൂരിൽ നിന്നും അദ്ദേഹം എന്താണ് ഈ പറയുന്ന സ്വീകരിച്ച കുരുമുളക്, കറുവപ്പട്ട, ഇഞ്ചി മുതലായ സുഗന്ധവ്യഞ്ജനങ്ങളെല്ലാം കൊണ്ടുപോയി യൂറോപ്പില് പൊന്നും വിലക്കാണ് ആര് വിറ്റത്? നമ്മുടെ വാസ്കോഡ ഗാമയും സംഘവും വിറ്റത്. അതുകൊണ്ട് തന്നെയാണ് ചെലവായ തുകയുടെ 60 മടങ്ങോളം. കാരണം ഇവിടെ നിന്നും കിട്ടുന്ന ഈ പറയുന്ന കുരുമുളകും അതേപോലെ തന്നെ കറുവപ്പട്ട, ഏലം, ഇഞ്ചി എന്ന് പറയുന്നതിന് അവിടെ പൊന്നും വിലയാണ്. കാരണം അവിടുത്തെ വ്യാപാരികൾ ഈ പറയുന്ന മാംസം കേടുകൂടാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടും അതിന് ഭയങ്കര രുചി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം എന്ത് ചെയ്തുകൊണ്ടിരുന്നത്, ഉപയോഗിച്ചിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് എന്താണോ കൊണ്ടുപോകുന്നത് അത് ഇവർക്ക് ഇവിടെ നിന്ന് ട്രേഡ് ചെയ്ത് വാങ്ങുന്നതിൻ്റെ ഒക്കെ എന്താണ് 10 ഇരട്ടിയോളം അല്ലെങ്കിൽ 15-20 ഇരട്ടിയോളം ഒക്കെ ലാഭത്തിനാണ് ഈ പറയുന്ന പോർച്ചുഗീസുകാർ അവിടെ കൊണ്ടുപോയി വിറ്റുകൊണ്ടിരുന്നത്. അത് തന്നെയാണ് അവരെ എന്ത് ചെയ്തത്, അത്രത്തോളം വലിയൊരു ലാഭം ഉണ്ടാക്കാനായിട്ട് അവർക്ക് പറ്റിയത്. ഓക്കെ, അപ്പോൾ വ്യക്തമായെന്ന് കരുതുന്നു. അതാണ് കുരുമുളകിന്റെ കഥ. നമുക്ക് കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക് എന്ന് പറയുന്ന 7ാം ക്ലാസ്സിലെ ചാപ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് മനസ്സിലാവും. അപ്പൊ മക്കളെ, നിലവില് വാസ്കോഡ ഗാമ ലിസ്ബണിൽ നിന്നും ഇങ്ങോട്ടേക്ക് വന്നതിന്റെ ചെലവായ തുകയുടെ എത്ര മടങ്ങാണ്? 60 മടങ്ങാണ് എന്നുള്ളത് ഒന്ന് ഓർത്തു വെച്ചോ. ചിലപ്പോൾ വല്ല സ്റ്റേറ്റ്മെന്റിൽ കയറി ചോദിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അദ്ദേഹം വന്ന കപ്പലുകൾ നമ്മൾ പറഞ്ഞു സെന്റ് ഗബ്രിയേൽ, അതേപോലെ തന്നെ സെന്റ് ബെറിയോ, സെന്റ് റാഫേൽ. വാസ്കോഡ ഗാമ സഞ്ചരിച്ചതാണ് ഏതില്? സെന്റ് ഗബ്രിയേലിൽ. അത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു ഇതിലേക്ക് നോക്കാം. അതായത് വാസ്കോഡ ഗാമ നിലവിൽ എന്ത് ചെയ്യാണ്? അവിടെ വരികയാണ്. വന്നതിന് ശേഷം അദ്ദേഹത്തെ എന്ത് ചെയ്യാണ്? അദ്ദേഹം അത്യാവശ്യം എന്തായാലും വാസ്കോഡ ഗാമ എന്ത് ചെയ്യാണ്? 1457 അവിടെ നിന്നും വന്ന് 1499 ആകുമ്പോഴത്തേക്കും തിരിച്ച് അവിടെ എത്തിക്കഴിയുമ്പോൾ ഈ പറയുന്ന ഡോം മാനുവൽ ഒരിക്കൽ പോലും തിരിച്ചു വരാൻ ചാൻസ് ഇല്ലാത്തൊരു വ്യക്തി കൊണ്ടുപോയത് എന്താണോ അതിൻ്റെ എല്ലാം 60 മടങ്ങ് സ്വത്തുമായിട്ട് തിരിച്ചു വരുമ്പോഴുള്ള സന്തോഷം നമുക്കൊന്ന് ആലോചിച്ച് നോക്കാവുന്നേ ഉള്ളൂ. അപ്പൊ അത്രത്തോളം സന്തോഷത്തോടു കൂടിയാണ് ഡോം മാനുവൽ ഫസ്റ്റ് എന്ന് പറയുന്ന രാജാവ് ആരെ വരവേൽക്കുന്നത്? വാസ്കോഡ ഗാമയെ വരവേൽക്കുന്നത്. അദ്ദേഹത്തെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചൊക്കെയാണ് എന്ത് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെറും പായക്കപ്പലും അതേപോലെ തന്നെ വടക്ക് നോക്കി യന്ത്രവും മാത്രമായിട്ട് അവിടെ നിന്ന് യാത്ര തിരിച്ച്
തിരിച്ചു വരും എന്നുള്ള ഒരു പ്രതീക്ഷയുമില്ലാത്ത വ്യക്തി തിരിച്ചു വന്നപ്പോഴുള്ള സന്തോഷം അത് രാജാവിൻ്റെ മുഖത്ത് കാണാനായിട്ട് നമുക്ക് പറ്റുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം എന്ത് ചെയ്തത്, ഈ പറയുന്ന വാസ്കോഡ ഗാമയെ കണ്ടപാടെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്, ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതിയാണ് വാസ്കോ, നീ സേനാധിപതിയാണ്. ഓക്കെ, അപ്പോൾ അത്രത്തോളം എന്താണ് ഒരു സന്തോഷമാണ് അദ്ദേഹത്തിന് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്, വാസ്കോഡ ഗാമയെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി എന്ന് വാസ്കോഡ ഗാമയെ വിശേഷിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ മക്കളെ, അത് ഡോം മാനുവൽ ഫസ്റ്റ് എന്ന് പറയുന്ന രാജാവാണ്. ഓക്കെ, അപ്പൊ അദ്ദേഹം വിശേഷിപ്പിച്ചതാണ് എന്ത്, ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി. ഓക്കെ, അപ്പൊ അങ്ങനെ വിശേഷിപ്പിച്ചു ആരെ, വാസ്കോഡ ഗാമയെ. ഓക്കെ, അങ്ങനെ വാസ്കോഡ ഗാമയെ വിശേഷിപ്പിച്ചു, അദ്ദേഹവും ഹാപ്പിയാണ്, എല്ലാം ഓക്കെയാണ്. അപ്പോൾ പിന്നീട് എന്ത് ചെയ്യാണ്, അവിടെ കുറച്ച് നാൾ വാസ്കോഡ ഗാമ തങ്ങുകയും അതിനുശേഷം ഏകദേശം 1502 ആകുമ്പോഴത്തേക്കും വീണ്ടും ഡോം മാനുവൽ പറയുകയാണ്, അതായത് എന്തായാലും ഒരു പ്രാവശ്യം പോയി ട്രേഡ് നടത്തി തിരിച്ചു വന്നു വളരെ ഗംഭീരമായി തന്നെ. അങ്ങനെയാണെങ്കിൽ ഒരു പ്രാവശ്യം കൂടി പോയിക്കൂടെ എന്നുള്ള ഒരു ചോദ്യം ഗാമയോട് ചോദിക്കുകയാണ്. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമൊക്കെ നമുക്ക് ഈ പറയുന്ന പോലെ പോയി തിരിച്ചു വരാം, പക്ഷെ വീണ്ടും പോയി തിരിച്ചു വന്നെങ്കിൽ മാത്രമാണ് അത് ആദ്യം പോയത് ലക്ക് എന്നല്ല, ലക്ക് മാത്രമല്ല നമ്മുടെ നമ്മുടെ ഒരു പൊട്ടൻഷ്യൽ കൊണ്ടുകൂടിയാണ് നമ്മൾ എന്ത് ചെയ്തത്, അവിടെ പോയി തിരിച്ചു വന്നത് എന്ന് പറയാനായിട്ട് പറ്റും. അങ്ങനെയൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യാണ്, ഈ പറയുന്ന ഗാമയെ വീണ്ടും എങ്ങോട്ടേക്ക് അയക്കുകയാണ്, കേരളത്തിലേക്ക് അയക്കുകയാണ്. ഓക്കെ, അപ്പോൾ വാസ്കോഡ ഗാമ രണ്ടാമതായി കേരളത്തിലെത്തിയ വർഷം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ 1502 വാസ്കോഡ ഗാമ രണ്ടാമതായി കേരളത്തിലെത്തിയ 1502. അപ്പോൾ ആദ്യം വന്നത് 1498, രണ്ടാമത് 1502. വാസ്കോഡ ഗാമ അങ്ങനെ രണ്ടാമതായിട്ട് വീണ്ടും കേരളത്തിൽ വരികയാണ്. അപ്പോൾ രണ്ടാമത് വരികയും വീണ്ടും അദ്ദേഹം എന്ത് ചെയ്യാണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലെവലിലേക്കൊക്കെ കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ്. അങ്ങനെ എന്ത് ചെയ്യാണ്, രണ്ടാമതായിട്ട് വരുന്നു, എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന പോലെ തന്നെ കച്ചവടങ്ങൾ സെറ്റ് ചെയ്യുന്നു. പിന്നീട് അദ്ദേഹം തിരിച്ച് അങ്ങോട്ടേക്ക് പോകുന്നു. അതിനുശേഷം എന്ത് ചെയ്യാണ്, വാസ്കോഡ ഗാമ വീണ്ടും, അതായത് മൂന്നാമതായിട്ട് എന്നാണ് കേരളത്തിലേക്ക് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1524. ഓക്കെ, അപ്പോൾ 3 പ്രാവശ്യമാണ് വാസ്കോഡ ഗാമ കേരളത്തിലേക്ക് എത്തുന്നത്. ഒന്ന് 1498, ഒന്ന് 1592, ഒന്ന് 1524. ഓക്കെ, അങ്ങനെ 3 പ്രാവശ്യം ആര് വന്നിട്ടുണ്ട്, വാസ്കോഡ ഗാമ കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ട്. വാസ്കോഡ ഗാമ ഏറ്റവും അവസാനമായി 1524 മൂന്നാമത്തെ സന്ദർശനം. ആ ഒരു സമയത്ത് അദ്ദേഹം വെറും വാസ്കോഡ ഗാമയായിട്ടല്ല അദ്ദേഹം തിരിച്ചു വരുന്നത്, അത് അദ്ദേഹം ഈ പറയുന്ന പോർച്ചുഗീസ് വൈസ്രോയി എന്ന പേരിലാണ് അദ്ദേഹം ഇങ്ങോട്ടേക്ക് വരുന്നത്, കേരളത്തിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ മൂന്നാമതായി വാസ്കോഡ ഗാമ വന്നത് കേരളത്തിലേക്ക് പോർച്ചുഗീസ് വൈസ്രോയി ആയിട്ടാണ് മൂന്നാമതായി, അതായത് 1524 അദ്ദേഹം വരുന്നത്. വാസ്കോഡ ഗാമ അന്തരിച്ച വർഷം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ 1524 ഡിസംബർ 24 വാസ്കോഡ ഗാമ അന്തരിക്കുന്നത്. വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം ആദ്യം അടക്കം ചെയ്തിരുന്ന പള്ളിയാണ് സെന്റ് ഫ്രാൻസിസ് ചർച്ച്. ഓക്കെ, നമുക്കറിയാം, ചരിത്രത്തിലേക്ക് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന പോർച്ചുഗീസുകാരുടെ ഗോതിക് ശൈലി നിർമ്മിച്ച പള്ളിയായിരുന്നു ഏതെന്ന് പറയുന്നത്, സെന്റ് ഫ്രാൻസിസ് ചർച്ച്, കൊച്ചി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഏറ്റവും കൂടുതൽ ജനാലകളുള്ള ഒരു ഒരു സ്ട്രക്ചർ ഇതാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന ചർച്ച് എന്ന് പറയുന്ന ഗോതിക് ശൈലി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതായത് ജനലുകൾ, വെളിച്ചങ്ങൾ കൂടുതൽ കടക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സ്ട്രക്ചർ അവർ മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനത്തെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഗോതിക് ശൈലിയിലുള്ള പള്ളിയാണ് സെന്റ് ഫ്രാൻസിസ് ചർച്ച് എന്നുള്ളത് ഒന്ന് ഓർക്കുക. വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്നും മാറ്റി പോർച്ചുഗലിലേക്ക് കൊണ്ടുപോവുകയാണ്. പിന്നീട് 1539 കൊച്ചിയിൽ നിന്നും പോർച്ചുഗലിലേക്ക് കൊണ്ടുപോകുന്നത്. വാസ്കോഡ ഗാമയുടെ ഭൗതിക അവശിഷ്ടം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജെറോണിമസ് കത്തീഡ്രൽ ആണ്, ലിസ്ബൺ. ഓക്കെ, അപ്പോൾ ഇപ്പൊ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജെറോണിമസ് കത്തീഡ്രൽ ലിസ്ബൺ ആണ്. ആദ്യം അടക്കം ചെയ്ത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെന്റ് ഫ്രാൻസിസ് പള്ളിയാണ്, അത് കൊച്ചിയിലാണ്. ഓക്കെ, വാസ്കോഡ ഗാമ എന്ന പേരിൽ സ്ഥലം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോവയിലാണ് എന്ത് ചെയ്യുന്നത്, വാസ്കോഡ ഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ അത് ഗോവയിലാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി എന്ന് വാസ്കോഡ ഗാമയെ വിശേഷിപ്പിച്ചു. നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞു, ആരാണ്, മാനുവൽ രാജാവാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി എന്ന പട്ടം വാസ്കോഡ ഗാമയ്ക്ക് ചാർത്തി കൊടുത്തത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാനുവൽ രാജാവ്.
കടൽ മാർഗം ഇന്ത്യയിൽ ആദ്യമായി എത്തിച്ചേർന്ന പോർച്ചുഗീസ് സഞ്ചാരിയാണ് പെറോ ഡ കോവിൽഹ എന്നുള്ളതും ഓർക്കുക. ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷ മുനമ്പ് ചുറ്റി സഞ്ചരിച്ച ആദ്യത്തെ പോർച്ചുഗീസ് നാവികൻ ആരാന്ന് ചോദിച്ചാൽ അതാരാണ്? നാവികൻ ബർത്തലോമിയോ ഡയസ് ആണ്. ഓക്കെ, അപ്പോൾ ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷ മുനമ്പ് ചുറ്റി സഞ്ചരിച്ച ആദ്യ പോർച്ചുഗീസ് നാവികൻ ചോദിച്ചാൽ അത് ബർത്തലോമിയോ ഡയസ് ആണ്. 1488. ഓക്കെ, 1499 വാസ്കോഡ ഗാമ ലിസ്ബണിലെത്തിയ ശേഷം പോർച്ചുഗീസ് രാജാവ് ഇന്ത്യയിലേക്ക് അയച്ച പ്രതിനിധിയായിരുന്നു പെട്രോ അൽവാരിസ് കബ്രാൾ എന്ന് പറയുന്ന വ്യക്തി. അത് 1500 അദ്ദേഹം വരുന്നത്. സാമൂതിരിയുമായി ധാരണയിലെത്തിയ അൽവാരിസ് കബ്രാളിന്റെ പ്രതിനിധിയാണ് ഐറിസ് കൊറിയ. ഓക്കെ, അപ്പോൾ 1500 ഡോം മാനുവൽ ഇങ്ങോട്ടേക്ക് അയച്ച വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോർച്ചുഗീസ് രാജാവ് ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് പ്രതിനിധിയാണ് അൽവാരിസ് കബ്രാൾ. അതെന്നാ ചോദിച്ചാൽ 1500. സാമൂതിരിയുമായി ധാരണയിലെത്തിയ അതായത് പെട്രോ അൽവാരിസ് കബ്രാളിന്റെ പ്രതിനിധിയാണ് ഐറിസ് കൊറിയ. എന്നാൽ കോഴിക്കോട്ടെ അറബികളുമായി ഉണ്ടായ പ്രശ്നങ്ങളെ തുടർന്ന് കബ്രാളിന്റെ നേതൃത്വത്തിലുള്ള പോർച്ചുഗീസ് സംഘം കൊച്ചിയിലെത്തിയത് 1500 ഡിസംബർ 25. കൊച്ചിയിലെ ഒരു വ്യാപാരശാല നിർമ്മിക്കാൻ കൊച്ചി രാജാവ് അവർക്ക് അനുവാദം നൽകുകയും ഒരു ഉടമ്പടിയിൽ ഒപ്പുവെക്കുകയും ചെയ്തു. വാസ്കോഡ ഗാമയ്ക്കും കബ്രാളിനും ശേഷം ഇന്ത്യയിലെത്തിയ മൂന്നാമത്തെ പോർച്ചുഗീസ് പര്യടന സംഘത്തിന് നേതൃത്വം നൽകിയതാണ് ജാവോഡ നോവ. അതും ഓർത്തു വെക്കുക, ജാവോഡ നോവ. ഓക്കെ, അതിനിടയിൽ കൊച്ചി കോഴിക്കോട് യുദ്ധം നടക്കുന്നുണ്ട്. ഓക്കെ, ചിലപ്പോൾ എങ്ങാനും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് കോഴിക്കോട് സാമൂതിരിയും അതേപോലെ തന്നെ എന്താണ് കബ്രാളും കൊച്ചി രാജാവും കോലോത്തിരി രാജാവുമായി ബന്ധം സ്ഥാപിച്ചു. കൊച്ചി രാജാവിനും പോർച്ചുഗീസുകാർക്കും ഇടയിൽ വളർന്ന സൗഹൃദം കോഴിക്കോട് സാമൂതിരിയെ അസ്വസ്ഥനാക്കുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവില് കൊച്ചിക്കാർക്കും അതേപോലെ തന്നെ എന്താണ് നിലവില് കോലോത്തിരി. ഓക്കെ, അപ്പോൾ കൊച്ചി രാജാവും കോലോത്തിരി രാജാവുമായിട്ട് ആർക്ക് വരികയാണ്? കോഴിക്കോട് എന്താണ് ഈ പറയുന്ന കബ്രാളിന് നല്ലൊരു ബന്ധം വരികയാണ്. നമുക്കറിയാം ഈ പറയുന്ന വാസ്കോഡ ഗാമ വന്നപ്പോഴായാലും കോഴിക്കോട് ആര് വലിയ ഇത് കാണിച്ചില്ല. ഈ പറയുന്ന സാമൂതിരി വലിയ എന്താണ് കോഴിക്കോട് വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ വാസ്കോഡ ഗാമയ്ക്ക് വലിയ അടുപ്പമൊന്നും കാണിച്ചില്ല, ട്രേഡിന് വിസമ്മതിച്ചു. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് വീണ്ടും അവരെങ്ങോട്ടേക്ക് പോകുന്നത്? ഈ പറയുന്ന കോലോത്തിരിയുടെ അടുത്തേക്ക് പോകുന്നു. കോലോത്തിരിയായിട്ട് കുഴപ്പമില്ലാത്ത ബന്ധം വരുന്നു. അതേപോലെ തന്നെ കൊച്ചി രാജാവായിട്ടും വലിയ കുഴപ്പമില്ലാത്ത ഒരു ട്രേഡ് ആർക്ക് വരികയാണ്? പോർച്ചുഗീസുകാർക്ക്. അപ്പൊ ട്രേഡ് മൊത്തം ആരിൽ വരികയാണ്? ഈ പറയുന്ന കൊച്ചിക്കാർക്കും അതേപോലെ തന്നെ കോലോത്തിരിയുടെ ഒക്കെ ട്രേഡും അതേപോലെ തന്നെ ആരെടുക്കുകയാണ്? പോർച്ചുഗീസുകാർ എടുക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ് സ്വാഭാവികമായിട്ടും ഇവിടെ ചൈനക്കാരും അറബികളും കൊടുത്തിരുന്ന എന്താണ് ആ വിലയേക്കാൾ കൂടുതലുള്ള വിലയാണ് ആര് കൊടുക്കുന്നത്? പോർച്ചുഗീസുകാർ ഈ പറയുന്ന കോലോത്തിരിക്കും അതേപോലെ തന്നെ കൊച്ചി രാജാവിനും കൊടുക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ആർക്ക് അതിൽ ചെറിയൊരു അസൂയയും കുശുമ്പും വരും? കോഴിക്കോട് സാമൂതിരിക്ക് ഒരു കുശുമ്പും അസൂയൊക്കെ വരികയാണ്. അദ്ദേഹം പിന്നെ എന്ത് ചെയ്യാണ്? അവരായിട്ട് എതിർക്കുകയാണ്. അങ്ങനെ എല്ലാ പോർച്ചുഗീസുകാരും കൊച്ചിയിൽ നിന്നും പറഞ്ഞയക്കണമെന്ന് സാമൂതിരി കൊച്ചി രാജാവിന് സന്ദേശം അയച്ചെങ്കിലും കൊച്ചി രാജാവ് എന്ത് ചെയ്യുന്നില്ല? അത് സമ്മതിക്കുന്നില്ല, നിരസിക്കുകയാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്താണ് കൊച്ചിക്കാർക്ക് അത്യാവശ്യം നല്ല ട്രേഡ് കിട്ടുന്നുണ്ട് ആരുമായിട്ട്? പോർച്ചുഗീസുകാരായിട്ട്. പിന്നെ അവരെ പറഞ്ഞയക്കേണ്ട ആവശ്യകതയില്ല. പിന്നെ ഇയാള് നിലവിൽ സാമൂതിരി എടുക്കാത്തത് കൊണ്ടാണ് അവരെന്ത് ചെയ്തത്? അവിടെ നിന്ന് പോയത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നില്ല? ഇവർ രണ്ടുപേരും അങ്ങനെ തന്നെ കൊണ്ടുപോവാണ്. തുടർന്നാണ് 1503 മാർച്ച് 1 കോഴിക്കോട് സൈന്യം കൊച്ചിയിലേക്ക് നീങ്ങുകയാണ്. ഓക്കെ, അങ്ങനെ 1503 മാർച്ച് 1 എന്ത് ചെയ്യുന്നത്? കൊച്ചിയിലേക്ക് വരികയും തുടർന്നുള്ള യുദ്ധത്തിൽ കൊച്ചിയിലെ 3 രാജാക്കന്മാർ മരണപ്പെട്ടു. യുദ്ധഭയത്തെ തുടർന്ന് കൊച്ചി രാജാവ് അഭയം തേടിയ ക്ഷേത്രം ഏതാന്ന് ചോദിച്ചാൽ മക്കളെ അത് എളംകുന്നപ്പുഴ ക്ഷേത്രമാണ് കേട്ടോ. അപ്പോൾ എന്താണ് ഈ പറയുന്ന കൊച്ചി കോഴിക്കോട് യുദ്ധത്തിന്റെ സമയത്ത് കൊച്ചി രാജാവ് അഭയം പ്രാപിച്ച ക്ഷേത്രം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് എളംകുന്നപ്പുഴ ക്ഷേത്രം എന്ന് പറയുന്നത്. ഇതേ കാലഘട്ടത്തിൽ കൊച്ചിയിലെത്തിയ പോർച്ചുഗീസ് നാവിക വിഭാഗത്തിന് നേതൃത്വം നൽകിയത് ഫ്രാൻസിസ്കോഡ അൽബൂബക്കർക്കാണ്. ഫ്രാൻസിസ്കോ അൽബൂബക്കർക്ക് കൊച്ചിയിലെത്തിയത് 1503 സെപ്റ്റംബറിലാണ്. പോർച്ചുഗീസ് സൈന്യത്തിന്റെ വരവോടെ കോഴിക്കോട് സൈന്യം പിൻവാങ്ങുകയും അതേപോലെ തന്നെ സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവന്മാർ അന്ന് അറിയപ്പെട്ടിരുന്നത് നമുക്കറിയാം കുഞ്ഞാലി മരക്കാർ എന്ന പേരിലായിരുന്നു. മലബാർ തീരം കേന്ദ്രീകരിച്ച് പോർച്ചുഗീസുകാർക്കെതിരെ നടന്ന ചെറുത്തുനിൽപ്പുകൾക്ക് നേതൃത്വം നൽകിയത് നമ്മുടെ കുഞ്ഞാലി മരക്കാർമാരാണ്. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കോട്ടയായിരുന്നു അങ്ങനെ മാനുവൽ കോട്ട. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1503 ആദ്യമായിട്ട് പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നത്? കോട്ട സ്ഥാപിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെന്ന് കരുതുന്നു. അപ്പോൾ കൊച്ചി കോഴിക്കോട് യുദ്ധം നടന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്രമിച്ച വർഷം 1503 മാർച്ച് 1. ഓക്കെ, അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന കൊച്ചി രാജാവ് അഭയം തേടി എങ്ങോട്ടേക്ക് പോകുന്നത്?
ഈ പറയുന്ന എളങ്കുന്നപ്പുഴ ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി നമുക്ക് പോർച്ചുഗീസ് സാമ്രാജ്യം അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1628 പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത്. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന കോളനികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോവ, ദാമൻ, ദിയു, ഈ മൂന്നെണ്ണമാണ് പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന കോളനികൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന കോളനികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാ മക്കളെ? ഗോവ, ദാമൻ, ദിയു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയിരുന്ന യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാരെന്ന് പറയുന്നത്. നമുക്കറിയാം ഇന്ത്യയിൽ പോർച്ചുഗീസുകാരുടെ സാന്നിധ്യം എന്ന് പറയുന്നത് 1498 മുതൽ 1961 വരെ, അതായത് നീണ്ട 463 വർഷക്കാലമാണ് ആരിവിടെ ഉണ്ടായിരുന്നത്? പോർച്ചുഗീസുകാർ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ 1498 മുതൽ 1961 വരെ, അതായത് 463 വർഷം ആരിവിടെ ഉണ്ടായിരുന്നു? പോർച്ചുഗീസുകാർ ഇവിടെ ഉണ്ടായിരുന്നു. ആദ്യമായി ഇന്ത്യയിലെത്തിയതും അവസാനമായി ഇന്ത്യ വിട്ടുപോയതുമായ യൂറോപ്യൻ ശക്തിയാണ് പോർച്ചുഗീസുകാർ. അപ്പോൾ പോഡ ബീഫ് ഫ്രൈ, പോഡ എന്ന് ഓർത്താൽ മതി. അപ്പോൾ പോർച്ചുഗീസുകാർ ആദ്യം വന്നു, അതേപോലെ തന്നെ എന്താണ് ഏറ്റവും കൂടുതൽ കാലം നിന്നത് ആരാന്ന് ചോദിച്ചാൽ അതും പോർച്ചുഗീസുകാരാണ്. ഏറ്റവും ആദ്യം ഇന്ത്യ വിട്ടുപോയത് ആരാന്ന് ചോദിച്ചാൽ അത് ഡച്ചുകാരാണ്. ഓക്കെ, ഇനി പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തത് ബീജാപ്പൂർ സുൽത്താനിൽ നിന്നാണ് 1510. ഇന്ത്യയുമായി കച്ചവട ബന്ധം സ്ഥാപിച്ച എന്താണ് കത്തോലിക്കൻ മതവിഭാഗക്കാരായിരുന്നു ആരെന്ന് പറയുന്നത്? പോർച്ചുഗീസുകാർ. ഓക്കെ, അപ്പോൾ ഇന്ത്യയുമായി കച്ചവട ബന്ധം സ്ഥാപിച്ച കത്തോലിക്കൻ മതവിഭാഗക്കാരാണ് പോർച്ചുഗീസുകാർ. പോർച്ചുഗീസ് രാജാവ് ഇംഗ്ലണ്ടിലെ ചാൾസ് രണ്ടാമന് സ്ത്രീധനമായി നൽകിയ ഇന്ത്യൻ പ്രദേശം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബോംബെ ദ്വീപാണ്. അപ്പൊ പോർച്ചുഗീസ് രാജാവ് ഇംഗ്ലണ്ടിലെ ചാൾസ് രണ്ടാമന് സ്ത്രീധനമായി നൽകിയ പ്രദേശം ബോംബെ ദ്വീപ്. അതേപോലെ തന്നെ കാപ്യ എന്ന് പോർച്ചുഗീസുകാർ വിളിച്ചിരുന്ന സ്ഥലമായിരുന്നു കാപ്പാട്. അപ്പോൾ കാപ്യ എന്ന പേരിൽ പോർച്ചുഗീസുകാർ വിളിച്ചിരുന്നതാണ് കാപ്പാട്. പോർച്ചുഗീസുകാർ കാലക്കൂറ്റ് എന്ന് വിളിച്ചിരുന്ന സ്ഥലമായിരുന്നു കോഴിക്കോട്. ഇന്ത്യയിലെ അവസാനത്തെ പോർച്ചുഗീസ് ഗവർണർ ജനറൽ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്റോണിയോ വാസിലോ ഇ സിൽവ. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ അവസാനത്തെ പോർച്ചുഗീസ് ഗവർണർ ജനറൽ ആരാന്ന് ചോദിച്ചാൽ മക്കളെ ആരാണ്? അന്റോണിയോ വാസിലോ ഇ സിൽവ. ഓക്കെ, ഓർത്തു വെച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്. പോർച്ചുഗീസുകാരിൽ നിന്ന് ഗോവയെ മോചിപ്പിച്ചത് 1961 ഡിസംബർ 19 പോർച്ചുഗീസുകാരിൽ നിന്നും ഗോവയെ എന്ത് ചെയ്തത്? മോചിപ്പിച്ചത്. ഗോവയിൽ പോർച്ചുഗീസുകാർക്കെതിരെ നടന്ന സൈനിക ഓപ്പറേഷൻ ആയിരുന്നു ഓപ്പറേഷൻ വിജയ് എന്ന് പറയുന്നത്. അപ്പൊ ഗോവയില് പോർച്ചുഗീസുകാർക്കെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടിക്ക് പറയുന്ന പേരാണ് ഏത്? ഓപ്പറേഷൻ വിജയ്. ഗോവയിലെ സൈനിക നടപടിയെ പോലീസ് ആക്ഷൻ എന്ന് വിശേഷിപ്പിച്ചത് VK കൃഷ്ണമേനോനാണ്. അതും ഓർത്തു വെച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഗോവയിലെ സൈനിക നടപടിയെ പോലീസ് ആക്ഷൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് VK കൃഷ്ണമേനോനാണ്. ഓക്കെ, ഇനി നമുക്ക് പോർച്ചുഗീസുകാരുടെ പ്രധാനപ്പെട്ട വൈസ്രോയി ആരൊക്കെയാന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തെയാണ് ആരെന്ന് പറയുന്നത്? ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരാന്ന് ചോദിച്ചാൽ അതാണ് ആരെന്ന് പറയുന്നത്? ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ഓക്കെ, അദ്ദേഹം പോർച്ചുഗീസ് വൈസ്രോയി ആയിട്ട് നിയമിതനാകുന്നത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1505 വാസ്കോ ഡ ഗാമ, അതായത് ഫ്രാൻസിസ്കോ ഡി അൽമേഡ എന്ത് ചെയ്യുന്നത്? പോർച്ചുഗീസ് വൈസ്രോയി ആയിട്ട് നിയമിതനാകുന്നത് 1505. ഇന്ത്യയിൽ നീലജല നയം, മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് ഈ ഒരു ചോദ്യം. ഇന്ത്യയിൽ നീലജല നയം അല്ലെങ്കിൽ എന്താണ് ബ്ലൂ വാട്ടർ പോളിസി, അതർവൈസ് നോൺ as ബ്ലൂ വാട്ടർ പോളിസി ആവിഷ്കരിച്ച പോർച്ചുഗീസ് വൈസ്രോയി ആണ് ആരെന്ന് പറയുന്നത്? ഫ്രാൻസിസ്കോ ഡി അൽമേഡ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നീലജല നയം എന്ന് പറയുന്നത് ആവിഷ്കരിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അതായത് പോർച്ചുഗീസുകാർക്ക് സമുദ്രത്തിലെ ആധിപത്യം ഉളവാക്കാൻ വേണ്ടിയിട്ടാണ് അവര് ഈ പറയുന്ന നീലജല നയം അല്ലെങ്കിൽ ബ്ലൂ വാട്ടർ പോളിസി ആവിഷ്കരിച്ചത്. അപ്പൊ സമുദ്രത്തിലെ ആധിപത്യം അരക്കിട്ട് ഉറപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്ന പുതിയൊരു നയമാണ് എന്തെന്ന് പറയുന്നത്? നീലജല നയം എന്ന് പറയുന്നത്. അഞ്ചുദ്വീപ്, കണ്ണൂർ, മലാക്ക, കൊച്ചി എന്നിവിടങ്ങളിലെ കോട്ടകൾ ബലപ്പെടുത്തുകയും പുതിയ കോട്ടകൾ നിർമ്മിക്കുകയുമായിരുന്നു ആരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്? അൽമേഡയുടെ ലക്ഷ്യം. അൽമേഡ കണ്ണൂർ കോട്ട, സെയിന്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചത് 1505. അൽമേഡ ഇന്ത്യയിൽ നിന്നും തിരിച്ചുപോയത് 1509 അദ്ദേഹം എന്ത് ചെയ്യാണ്? ഇവിടെ നിന്നും തിരിച്ചു പോവാണ്. അപ്പൊ മക്കളെ നമുക്ക് പഠിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അൽമേഡ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയാണുള്ളൂ.
അതായത് ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ്. അദ്ദേഹം കൊണ്ടുവന്ന നയമാണ് ബ്ലൂ വാട്ടർ പോളിസി അല്ലെങ്കിൽ നീല ജലനയം എന്ന് പറയുന്നത്. കണ്ണൂർ കോട്ട, സെയിന്റ് ആഞ്ചലോസ് കോട്ട 1505 അദ്ദേഹം നിർമ്മിച്ചു. ഇത്രയെങ്കിലും എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. അടുത്ത് പഠിക്കേണ്ടതാണ് അൽബുക്കർക്ക്. ഇതാണ് നമ്മുടെ അൽബുക്കർക്ക്. 1509 മുതൽ 1515 വരെയാണ് അൽബുക്കറിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആണ് അൽബുക്കർക്ക്. ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായി അറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ആരെന്ന് പറയുന്നത് അൽബുക്കർക്കാണ് ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായി അറിയപ്പെടുന്നത്. ഏറ്റവും ശക്തനായ പോർച്ചുഗീസ് വൈസ്രോയി എന്നറിയപ്പെടുന്നതും ഏറ്റവും മണ്ടനായ പോർച്ചുഗീസ് വൈസ്രോയി എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്, നമ്മുടെ അൽബുക്കർക്കാണ്. ഓക്കെ, അത് അദ്ദേഹത്തിന് നിയമിതനായത് 1509 ഇന്ത്യയിൽ മിശ്ര കോളനി സമ്പ്രദായം ആവിഷ്കരിച്ച പോർച്ചുഗീസ് വൈസ്രോയി. അപ്പോൾ എന്താണ് ഈ മിശ്ര കോളനി സമ്പ്രദായം എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് നിലവില് ഇവിടത്തെ പോർച്ചുഗീസ് സൈനികരെ കൊണ്ട് ഇന്ത്യൻ യുവതികളെ എന്ത് ചെയ്യുക, വിവാഹം കഴിപ്പിക്കുക. അതുവഴി ഉണ്ടാകുന്ന കുട്ടികൾ എന്ന് പറയുന്നത് ആരുടെ കുട്ടികളായിരിക്കും, പോർച്ചുഗീസുകാരുടെ കുട്ടികളായിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ എന്ത് ചെയ്യുക, സാമ്രാജ്യം വ്യാപിപ്പിക്കുക അല്ലെങ്കിൽ വികസിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്തൊരു പരിപാടിയാണ് ഈ പറയുന്ന മിശ്ര കോളനി സമ്പ്രദായം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സമ്പ്രദായം വഴി എന്ത് ചെയ്യാണ്, പോർച്ചുഗീസുകാരായിട്ടുള്ള സൈനികര് ഇന്ത്യൻ യുവതികളെ എല്ലാം വിവാഹം ചെയ്യാണ്. അങ്ങനെ വിവാഹം ചെയ്തുണ്ടാകുന്ന കുട്ടികളൊക്കെ ആരോട് ആഭിമുഖ്യം പ്രകടിപ്പിക്കുന്ന കുട്ടികളായിരിക്കും, പോർച്ചുഗീസുകാരുടെ. പക്ഷെ എന്താണ് നിലവിൽ സംഭവിച്ചത്, അങ്ങനെ ആയിരുന്നില്ല. അതായത് എന്താണ് ഉണ്ടായ കുട്ടികളൊക്കെ ഇന്ത്യക്കാരോട്, അതായത് അവരുടെ അമ്മയോടായിരുന്നു കൂടുതൽ ആഭിമുഖ്യം പ്രകടിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാണ്, ഈ പറയുന്ന ഒരു മിശ്ര കോളനി സമ്പ്രദായം എന്ന് പറയുന്നത് അട്ടർ ഫൂളിഷ്നെസ് ആയി മാറുകയാണ്. ഓക്കെ, അതായത് അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയൊരു മണ്ടത്തരമായിട്ട് തന്നെ മാറിപ്പോവാണ്. കാരണം എന്താണ്, നിലവിൽ ഈ പറയുന്ന കുട്ടികളെല്ലാം അവരുടെ അമ്മയോടായിരുന്നു കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പദ്ധതി എന്ത് ചെയ്യാണ്, പാളിപ്പോവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ ഏറ്റവും ബുദ്ധിമാനായിട്ടുള്ളതും ഏറ്റവും മണ്ടനായിട്ടുള്ള വൈസ്രോയി എന്ന്, ഏറ്റവും ശക്തനും അതേപോലെ തന്നെ മണ്ടനായിട്ടുള്ള വൈസ്രോയി. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നിലവിൽ ഈ പറയുന്ന അൽബുക്കർക്ക് ശക്തനാണെങ്കിലും അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയൊരു മണ്ടത്തരമായിരുന്നു ഈ പറയുന്ന മിശ്ര കോളനി സമ്പ്രദായം എന്ന് പറയുന്നത്. ഓക്കെ, കോഴിക്കോട് നഗരത്തെ ആക്രമിച്ച പോർച്ചുഗീസ് വൈസ്രോയി ആരാന്ന് ചോദിച്ചാൽ അതും ആര് തന്നെയാണ്, അൽബുക്കർക്ക് തന്നെയാണ്. കോഴിക്കോട് നഗരത്തെ ആക്രമിക്കാൻ ആരുടെ നേതൃത്വത്തിലുള്ള സൈന്യത്തെയാണ് അൽബുക്കർക്ക് നിയോഗിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർഷൽ കുട്ടിൻഹോന്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തെയാണ് അദ്ദേഹം എന്ത് ചെയ്തത്, നിലവിൽ നിയോഗിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയായ പള്ളിപ്പുറം കോട്ട നിർമ്മിച്ച പോർച്ചുഗീസുകാരാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ആര് തന്നെയാണ്, ഈ പറയുന്ന അൽബുക്കർക്കാണ്. ഗോവ പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകിയ വൈസ്രോയി ആരാന്ന് ചോദിച്ചാൽ, അപ്പോൾ ഗോവ പിടിച്ചെടുക്കാനായിട്ട് നേതൃത്വം നൽകിയ വൈസ്രോയി ആരാന്ന് ചോദിച്ചാൽ മക്കളെ അതാരാണ്, അതും നമ്മുടെ ആര് തന്നെയാണ്, ഈ പറയുന്ന അൽബുക്കർക്കാണ്. കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് തലസ്ഥാനം മാറ്റിയ വ്യക്തി ഇമ്പോർട്ടൻ്റ് ആണ്. കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് തലസ്ഥാനം മാറ്റിയ വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അതും ആര് തന്നെയാണ്, ഈ പറയുന്ന അൽബുക്കർക്കാണ്. ഇന്ത്യയിൽ സതി നിരോധിക്കുകയും അതേപോലെ തന്നെ നാണയ സമ്പ്രദായം ഏർപ്പെടുത്തുകയും വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയും ചെയ്ത പോർച്ചുഗീസ് വൈസ്രോയി. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ്, ഇന്ത്യയിൽ സതി നിരോധിക്കുകയും നാണയ സമ്പ്രദായം ഏർപ്പെടുത്തുകയും വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയും ചെയ്ത പോർച്ചുഗീസ് വൈസ്രോയി ആണ് ആരെന്ന് പറയുന്നത് അൽബുക്കർക്ക്. അദ്ദേഹം അന്തരിച്ചത് 1515 ഡിസംബറിലാണ് അദ്ദേഹം അന്തരിക്കുന്നത്. ഓക്കെ, പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ തലസ്ഥാനമാണ് കൊച്ചി. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പിൻകാല തലസ്ഥാനമായിരുന്നു ഗോവ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഓർത്തു വെച്ചോ, പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ തലസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊച്ചിയാണ്. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പിൽക്കാല തലസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഗോവ. 1513 പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിൽ ഒപ്പുവെച്ച സന്ധിയാണ് കണ്ണൂർ സന്ധി. ഓക്കെ, അപ്പോൾ കണ്ണൂർ സന്ധി ഒപ്പുവെച്ചത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ 1513 എന്ത് പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിൽ കണ്ണൂർ സന്ധി ഒപ്പുവെച്ചത്. ഓക്കെ, അപ്പോൾ കണ്ണൂർ സന്ധി ഒപ്പുവെച്ച വർഷം 1513. 1540 പോർച്ചുഗീസുകാരും കോഴിക്കോടും തമ്മിൽ ഒപ്പുവെച്ച സന്ധിയാണ്
പൊന്നാനി സന്ധി. ഓക്കെ, അപ്പോൾ 1540 പോർച്ചുഗീസുകാരും കോഴിക്കോടും തമ്മിൽ ഒപ്പുവെച്ച സന്ധിയാണ് പൊന്നാനി സന്ധി എന്ന് അറിയപ്പെടുന്നത്. ഇനി എന്തായിരുന്നു പോർച്ചുഗീസുകാരുടെ കാട്ടസ് എന്ന് പറയുന്ന സമ്പ്രദായം? ഓക്കെ, അതായത് കാട്ടസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗങ്ങളുമായി മറ്റു കപ്പലുകൾ വ്യാപാരം നടത്തുന്നത് തടയുന്നതിനു വേണ്ടി പോർച്ചുഗീസ് ഉദ്യോഗസ്ഥർ നൽകിയ പാസിന് പറയുന്ന പേരാണ് കാർട്ടസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് കാർട്ടസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണ്? ഒരു പാസ്സാണ് ഈ പറയുന്ന കാർട്ടസ് എന്ന് പറയുന്നത്. അതായത് ഇന്ത്യയുടെ ഏത് ഭാഗത്തേക്കിടെയും കപ്പലുകൾ എന്ത് ചെയ്യണം? വ്യാപാരം നടത്തുന്നതിന് പോർച്ചുഗീസ് ഉദ്യോഗസ്ഥർക്ക് എന്ത് ചെയ്യണം? ഒരു നിശ്ചിത തുക കൊടുക്കണം. അതിനെ പറയുന്ന പേരാണ് കാർട്ടസ് എന്ന് പറയുന്നത്. ഇതൊരു പാസ്സാണ്. ഓക്കെ, ഓരോ ഏഷ്യൻ വ്യാപാര കപ്പലും തങ്ങളുടെ ചരക്കുകൾ കടത്തുന്നതിന് പോർച്ചുഗീസുകാർക്ക് ഒരു നിശ്ചിത സംഖ്യ നൽകി കൊടുക്കണമായിരുന്നു. ഇതാണ് കാർട്ടസ് എന്ന് പറയുന്നത്. അപ്പോൾ കാർട്ടസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഓർത്തു വെച്ചോ. ഒന്ന്, കപ്പലിന്റെ വലുപ്പം. അപ്പോൾ കാർട്ടസ് എന്ന് പറയുന്ന ആ പാസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, ആ കപ്പലിന്റെ വലിപ്പം ഉണ്ടാവും. രണ്ട്, കപ്പിത്താന്റെയും ജീവനക്കാരുടെയും വിവരങ്ങൾ. കപ്പിത്താന്റെയും ജീവനക്കാരുടെയും വിവരങ്ങൾ. മൂന്ന്, ചരക്കിന്റെ വില വിവരങ്ങൾ. നാല്, എത്തിച്ചേരുന്ന തുറമുഖം. ഇത്രയാണ് എന്ത് ചെയ്തിരുന്നത്? കാർട്ടസ് എന്ന് പറയുന്ന പാസിൽ ഉൾപ്പെടുത്തേണ്ട വിവരങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ 4 വിവരങ്ങളാണ്. ഒന്ന്, കപ്പലിന്റെ വലുപ്പം. രണ്ട്, കപ്പിത്താന്റെയും ജീവനക്കാരുടെയും വിവരങ്ങൾ. മൂന്ന്, ചരക്കിന്റെ വില വിവരങ്ങൾ. നാല്, എത്തിച്ചേരുന്ന തുറമുഖം. അപ്പോൾ ഈ 4 വിവരങ്ങൾ ഏതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്? ഈ പറയുന്ന കപ്പലിന്റെ ഈ പറയുന്ന പാസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാർട്ടസ് വാങ്ങാത്ത കപ്പലുകൾ കണ്ടുകെട്ടി ജീവനക്കാരെ കൊല്ലുകയോ കപ്പലുകൾ അടിമകളാക്കുകയോ ചെയ്തിരുന്നു. ഇതാണ് നിലവിൽ എന്ത് ചെയ്യുന്നത്? കാർട്ടസ് എന്ന് പറയുന്ന പാസ് ഇല്ലാത്ത കപ്പലുകളെ ചെയ്തിരുന്നു. അപ്പോൾ കാർട്ടസ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ആ കപ്പലിലെ ജീവനക്കാരെ അവരെന്ത് ചെയ്യും? അടിമകളാക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അല്ലെങ്കിൽ അവരെ കൊന്ന് എന്ത് ചെയ്യും? ആ കപ്പൽ അവിടെ നിലവിൽ കടലിൽ താഴ്ത്തും. ഇതാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, ഇനി വാസ്കോഡ ഗാമയുടെ വരവുകൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ വരവ് 1498 വാസ്കോഡ ഗാമ കോഴിക്കോട് വന്നപ്പോൾ സാമൂതിരിയും പ്രജകളും പാരമ്പര്യാനുസൃതമായ ആതിഥേയ മര്യാദയോടെ അദ്ദേഹത്തെ സ്വീകരിച്ചു. തങ്ങളുടെ ചരക്കുകൾ സൂക്ഷിക്കാൻ തന്റെ അനുയായികളിൽ ഒരു സംഘത്തെ കോഴിക്കോട് നിർത്താൻ അനുവദിക്കണമെന്ന വാസ്കോഡ ഗാമയുടെ അഭ്യർത്ഥന സാമൂതിരി എന്ത് ചെയ്യാണ്? നിരസിക്കുകയാണ്. തുടർന്ന് വാസ്കോഡ ഗാമ കോഴിക്കോട് വിടുകയും യാത്രാമധ്യേ അദ്ദേഹം കോലോത്തിരി രാജാവിന്റെ ക്ഷണമനുസരിച്ച് കണ്ണൂരിൽ ഇറങ്ങി അവിടെ പോർച്ചുഗീസുകാർക്ക് എല്ലാ വാണിജ്യ സൗകര്യങ്ങളും കോലോത്തിരി വാഗ്ദാനം ചെയ്തു. പോർച്ചുഗീസ് കപ്പലിൽ ചരക്ക് കയറ്റുന്നതും അതുമായി ബന്ധപ്പെട്ട കോലോത്തിരി എന്ത് ചെയ്യാണ്? കരാറിൽ ഒപ്പിടുകയാണ്. വാസ്കോഡ ഗാമ 498 നവംബർ കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട് 1499 ലിസ്ബണിൽ എത്തുകയാണ്. നാട്ടിലെത്തിയ വാസ്കോഡ ഗാമ വീരോചിതമായ സ്വീകരണമാണ് ഡോം മാനുവലിൽ നിന്നും ലഭിച്ചത്. രണ്ടാമത്തെ വരവ് സാമൂതിരിക്ക് പോർച്ചുഗീസുകാരോടുണ്ടായ വിരോധത്തെക്കുറിച്ചും കോഴിക്കോടിന്റെ കപ്പൽ പടയെ എതിരിടുന്നതിൽ കബ്രാണിനുണ്ടായ പരാജയത്തെക്കുറിച്ചും വിവരം ലഭിച്ചതിനെ തുടർന്ന് മാനുവൽ 15 കപ്പലുകളും 800 ആളുകളുമുള്ള മറ്റൊരു സംഘത്തെ വാസ്കോഡ ഗാമയുടെ തന്നെ നേതൃത്വത്തിൽ 1502 ഫെബ്രുവരിയിൽ ഇന്ത്യയിലേക്ക് അയച്ചു. അപ്പോൾ രണ്ടാമത്തെ വരവ് എന്ന് പറയുന്നത് 15 കപ്പലുകളും 800 ആളുകളും ഒത്ത വലിയൊരു സംഘമായിരുന്നു എങ്ങോട്ടേക്ക് വന്നത്? കോഴിക്കോട്ടേക്ക് വന്നത്. തന്റെ രണ്ടാം വരവിൽ 5 ദ്വീപിൽ കപ്പലിറങ്ങിയ ഗാമയും കൂട്ടരും അറബിക് കപ്പലുകൾ പിടിച്ചെടുക്കാൻ തുടങ്ങി. വാസ്കോഡ ഗാമ കണ്ണൂർ സന്ദർശിച്ചപ്പോൾ കോലോത്തിരി അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വീകരിച്ചു. കൊച്ചിയിലെ വിലയ്ക്ക് കുരുമുളകും മറ്റു ചരക്കുകളും പോർച്ചുഗീസുകാർക്ക് വിറ്റുകൊള്ളാമെന്ന് സമ്മതിക്കുകയും ഉണ്ടായി. തുടർന്ന് സാമൂതിരിയെ സന്ദർശിച്ച് കോഴിക്കോട് നഗരത്തിൽ നിന്ന് എല്ലാ മുസ്ലിങ്ങളെയും പറഞ്ഞയക്കണമെന്ന് ആവശ്യപ്പെട്ട് സാമൂതിരി അത് നിരസിക്കുകയും തുടർന്ന് പോർച്ചുഗീസുകാർക്ക് കോഴിക്കോട് നഗരം ആക്രമിക്കുകയും ചെയ്തു. തുറമുഖത്ത് കിടന്നിരുന്ന അരിക്കപ്പലുകൾ പോർച്ചുഗീസുകാർ പിടിച്ചെടുക്കുകയും കപ്പൽ ജോലിക്കാരുടെയും കൈയും കാതും മൂക്കും അവരോട് മൃഗീയമായി പെരുമാറുകയും ചെയ്തു. കൊച്ചിയിലുണ്ടാകുന്ന കുരുമുളകും ഏലവും മറ്റു ചരക്കുകളും പോർച്ചുഗീസ് കപ്പിത്താനും കൊച്ചി രാജാവും നിശ്ചയിക്കുന്ന വിലയ്ക്ക് പൊതുജനങ്ങൾക്ക് പോർച്ചുഗീസുകാർക്ക് കൊടുത്തുകൊള്ളാമെന്നുള്ള ഉടമ്പടിയിൽ കൊച്ചി രാജാവ് എന്ത് ചെയ്യാണ്? ഒപ്പിടുകയും ഉണ്ടാവുകയാണ്. അതായിരുന്നു രണ്ടാമത്തെ വരവ് 1502. അപ്പോൾ ആദ്യം 1498, 1502. ഇനി അദ്ദേഹത്തിന്റെ അവസാനത്തെ വരവാണ് 1524. ഗോവയിൽ വന്ന മാത്രയിൽ എന്താണ്? ഡിസൂസയുടെ നേതൃത്വത്തിൽ ഒരു നാവികസേന അയച്ച് കോഴിക്കോട് വച്ച് കുട്ടിയാലിയെ തോൽപ്പിച്ചു. കണ്ണൂർ രാജാവ് തന്റെ പ്രശസ്തരായ കപ്പിത്താന്മാരിൽ ഒരാളായ
വലിയ ഹസ്സനെ പോർച്ചുഗീസുകാർക്ക് വിട്ടുകൊടുക്കാൻ നിർബന്ധിതനായി. വാസ്കോഡഗാമയുടെ ഭരണം 3 മാസത്തോളം എന്ത് ചെയ്യാണ്, അവിടെ നീണ്ടു നിൽക്കുകയാണ്. അങ്ങനെ 1524 ഡിസംബർ 25 അദ്ദേഹം എന്ത് ചെയ്യാണ്, അന്തരിക്കുകയാണ്. ഓക്കെ, പ്രധാന കൃതികളാണ് കേരളത്തിലെ പോർച്ചുഗീസ് അതിക്രമങ്ങളെ കുറിച്ച് സൂചന നൽകുന്ന ഷെയ്ഖ് സൈനുദ്ദീൻ രചിച്ച കൃതിയാണ് തുഫത്തുൽ മുജാഹിദീൻ. തുഫത്തുൽ മുജാഹിദീൻ രചിച്ച ഭാഷയാണ് അറബി. പോർച്ചുഗീസുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്യുന്ന കൃതി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഏതെന്ന് പറയുന്നത്, തുഫത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിലെ പോർച്ചുഗീസ് അതിക്രമങ്ങളെ കുറിച്ച് സൂചന നൽകുന്ന ഷെയ്ഖ് സൈനുദ്ദീൻ രചിച്ച കൃതിയാണ് തുഫത്തുൽ മുജാഹിദീൻ. തുഫത്തുൽ മുജാഹിദീൻ രചിച്ച ഭാഷയാണ് അറബി എന്ന് പറയുന്നത്. പോർച്ചുഗീസുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്യുന്ന കൃതി അതാണ് തുഫത്തുൽ മുജാഹിദീൻ. പോർച്ചുഗീസുകാരിൽ നിന്നും മലയാളത്തിലേക്ക് ലഭിച്ച പദങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മക്കളെ, ലേലം, ഫാക്ടറി, മുറം, പതക്കം, കൊന്ത, കുമ്പസാരം, വികാരി, ചാവി, ജനൽ, മേശ, കസേര, ബെഞ്ച്, വരാന്ത, റാന്തൽ, വിജാഗിരി, അലമാര, ചായ, മേസ്തിരി, കുശിനി. ഇതൊക്കെ പോർച്ചുഗീസുകാരിൽ നിന്നും മലയാളത്തിലേക്ക് ലഭിച്ച പദങ്ങളാണ്. ഒന്നുകൂടി പറയാം, ലേലം, ഫാക്ടറി, മുറം, പതക്കം, കൊന്ത, കുമ്പസാരം, വികാരി, അതേപോലെ തന്നെ ചാവി, ജനൽ, മേശ, കസേര, ബെഞ്ച്, വരാന്ത, റാന്തൽ, വിജാഗിരി, അലമാര, ചായ, മേസ്തിരി, കുശിനി. ഓക്കെ, അടുത്ത് നമുക്ക് പഠിക്കാം കുഞ്ഞാലി മരയ്ക്കാർ. കോഴിക്കോട് ഭരണം നടത്തിയിരുന്ന സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവന്മാർ അറിയപ്പെട്ടിരുന്ന പേരാണ് കുഞ്ഞാലി മരയ്ക്കാർ. ഓക്കെ, അപ്പോൾ കുഞ്ഞാലി മരയ്ക്കാർമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്ഥാനപ്പേരാണ്. ഓക്കെ, അതായത് സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവന്മാർ അറിയപ്പെട്ടിരുന്ന പേരാണ് കുഞ്ഞാലി മരയ്ക്കാർ. മരയ്ക്കാർ എന്ന സ്ഥാനപ്പേര് നൽകിയത് സാമൂതിരിയാണ്. കുഞ്ഞാലി മരയ്ക്കാരുടെ ആസ്ഥാനം വടകരയ്ക്കടുത്തുള്ള പുതുപ്പനത്തെ മരയ്ക്കാർ കോട്ടയാണ്. ഓക്കെ, അപ്പോൾ കുഞ്ഞാലി മരയ്ക്കാരുടെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വടകരയ്ക്കടുത്തുള്ള പുതുപ്പണത്തെ മരയ്ക്കാർ കോട്ട. പോർച്ചുഗീസുകാർക്കെതിരെ കുഞ്ഞാലി മരയ്ക്കാർ സ്വീകരിച്ച യുദ്ധമുറയാണ് ഗറില്ല യുദ്ധമുറ എന്ന് പറയുന്നത്. അതായത് ഒളിപ്പോര്, മറഞ്ഞു നിന്നുള്ള പോരാട്ടമാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന ഗറില്ല യുദ്ധമുറ എന്ന് പറയുന്നത്. ഓക്കെ, കുഞ്ഞാലി ഒന്നാമൻ, കുഞ്ഞാലി രണ്ടാമൻ, കുഞ്ഞാലി മൂന്നാമൻ, കുഞ്ഞാലി നാലാമൻ, അങ്ങനെ 4 കുഞ്ഞാലിമാരാണ് പ്രശസ്തനായിട്ടുള്ള സാമൂതിരിയുടെ നാവിക പടയാളികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ആളാണ് കുഞ്ഞാലി ഒന്നാമൻ. കുട്ടിയലി എന്ന പേരിലാണ് അറിയപ്പെട്ടത് കുഞ്ഞാലി ഒന്നാമൻ. കുഞ്ഞാലി രണ്ടാമൻ കുട്ടിപ്പോക്കറലി. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണോ, ഇത് PSC ചോദിക്കാറുണ്ട്. താഴെ പറയുന്നതിൽ കുഞ്ഞാലി ഒന്നാമന്റെ നാമം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുട്ടിയലി എന്ന പേരിലാണ് അറിയപ്പെട്ടത്. കുഞ്ഞാലി രണ്ടാമൻ കുട്ടി പോക്കറലി. കുഞ്ഞാലി രണ്ടാമൻ കുട്ടി പോക്കറലി. കുഞ്ഞാലി മൂന്നാമൻ പട്ടുമരയ്ക്കാർ പടമരയ്ക്കാർ. അപ്പോൾ പട്ടുമരയ്ക്കാർ പടമരയ്ക്കാർ എന്ന പേരിൽ അറിയപ്പെട്ടത് കുഞ്ഞാലി മൂന്നാമനാണ്. കുഞ്ഞാലി നാലാമൻ മുഹമ്മദ് അലി മരയ്ക്കാർ. കുഞ്ഞാലി നാലാമൻ മുഹമ്മദ് അലി മരയ്ക്കാർ. അപ്പോൾ എത്ര പേരാണ്? നിലവിൽ 4 പേരാണ് കുഞ്ഞാലിമാരുണ്ടായിരുന്നത്. ഒന്ന് കുഞ്ഞാലി ഒന്നാമൻ കുട്ടിയലി, കുഞ്ഞാലി രണ്ടാമൻ കുട്ടിപ്പോക്കറലി, കുഞ്ഞാലി മൂന്നാമൻ പട്ടുമരയ്ക്കാർ, കുഞ്ഞാലി നാലാമൻ മുഹമ്മദ് അലി മരയ്ക്കാറാണ്. കുട്ടി അഹമ്മദ് അലിയുടെ സമരതന്ത്രം അറിയപ്പെട്ടിരുന്നത് ഗറില്ല യുദ്ധമുറ, അതായത് അടിച്ചിട്ട് കടന്നു കളയില്ല, അതായത് ഹിറ്റ് ആൻഡ് റൺ പോളിസി. താഴെ പറയുന്നവ ഏത് കുഞ്ഞാലിയുടെ സമരമുറയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരുടെയാണ്? കുട്ടി അഹമ്മദ് അലിയുടെ സമരതന്ത്രം അറിയപ്പെട്ടതാണ് ഹിറ്റ് ആൻഡ് റൺ പോളിസി, അടിച്ചിട്ട് കടന്നു കളയുക. ഇന്ത്യൻ സമുദ്രങ്ങളുടെ അതിനായകൻ, മുസ്ലിങ്ങളുടെ രാജാവ് എന്നീ ബിരുദം സ്വീകരിച്ചത് കുഞ്ഞാലി നാലാമനാണ്. അപ്പോൾ ഇന്ത്യൻ സമുദ്രങ്ങളുടെ അതിനായകൻ, മുസ്ലിങ്ങളുടെ രാജാവ് എന്നീ ബിരുദം സ്വീകരിച്ചത് കുഞ്ഞാലി നാലാമനാണ്. കുഞ്ഞാലി മരയ്ക്കാരുടെ ആക്രമണം നേരിടാനായി 1531 പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയാണ് ചാലിയം കോട്ട. ചാലിയം കോട്ട പണിത പോർച്ചുഗീസ് ഗവർണറാണ് നുനോ ഡ കുൻഹ. സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ ബീരങ്കി എന്നറിയപ്പെടുന്ന കോട്ട ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മകളെ ചാലിയം കോട്ടയാണ്. അപ്പോൾ സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്ന കോട്ട താഴെ പറയുന്നവയിൽ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചാലിയം കോട്ടയാണ്. മരയ്ക്കാർ കോട്ട, പുതുപ്പണം കോട്ട എന്നിവ നിർമ്മിച്ചത് കുഞ്ഞാലി മരയ്ക്കാർ മൂന്നാമൻ.
കുഞ്ഞാലിമരക്കാർ നാലാമനെ പോർച്ചുഗീസുകാർ ഗോവയിൽ വച്ച് വധിച്ചത് 1600-ലാണ്. കുഞ്ഞാലിമരക്കാരുടെ സ്മരണയ്ക്കായി നാമകരണം ചെയ്യപ്പെട്ട ഇന്ത്യൻ നാവികസേനയുടെ പരിശീലന കേന്ദ്രമാണ് INS കുഞ്ഞാലി മുംബൈ. ഓക്കെ, കുഞ്ഞാലിമരക്കാരുടെ മ്യൂസിയം അതായത് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഇരിങ്ങൽ വടകരയാണ്. കുഞ്ഞാലിമരക്കാരുടെ സ്മരണാർത്ഥം സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം എന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, അത് 2000-ലാണ് കുഞ്ഞാലിമരക്കാരുടെ സ്മരണാർത്ഥം എന്ത് ചെയ്യുന്നത്, സ്റ്റാമ്പ് പുറത്ത് ഇറങ്ങുന്നത്. ഓക്കെ, അപ്പോൾ കുഞ്ഞാലിമരക്കാരുടെ സ്മരണാർത്ഥം സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 2000-ലാണ്. ഓക്കെ, മ്യൂസിയം വടകരയാണ്, ഇരിങ്ങല്. അതേപോലെ തന്നെ എന്താണ്, കുഞ്ഞാലിമരക്കാരുടെ പേരിലുള്ള നാവികസേന പരിശീലന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് അത് INS കുഞ്ഞാലിയാണ്, മുംബൈയിലാണ് അത് ചെയ്യുന്നത്. ഓക്കെ, കുഞ്ഞാലിമരക്കാർ നാലാമൻ പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് വധിച്ചത് 1600-ലാന്നുള്ളതും ഓർത്തു വയ്ക്കാം. മിക്കപ്പോഴും PSC ചോദിക്കാറുള്ള ചോദ്യമാണ് കുഞ്ഞാലിമരക്കാർ എന്ന് പറയുന്നത് നിലവിൽ ആരാണ് എന്നുള്ളത്. അത് സാമൂതിരിയുടെ നാവികസേനയുടെ പടത്തലവന്മാരാണ് കുഞ്ഞാലിമരക്കാർ. അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന കുഞ്ഞാലിമരക്കാർ, ഏത് കുഞ്ഞാലിമരക്കാരാണ് ഹിറ്റ് ആൻഡ് റൺ പോളിസി, അടിച്ചിട്ട് കടന്നു കളയുക, അത് കുട്ടി അഹമ്മദ് അലിയാണ് എന്ത് ചെയ്യുന്നത്, അടിച്ചിട്ട് കടന്നു കളയുക എന്ന് പറയുന്ന സമരതന്ത്രം ആരുടെയാണെന്ന് ചോദിച്ചാൽ. അതേപോലെ തന്നെ കുഞ്ഞാലി മൂന്നാമന്റെ പേരെന്താന്നുള്ളത് ചോദിച്ചിട്ടുണ്ട് PSC. പട്ടുമരക്കാർ അല്ലെങ്കിൽ പടമരക്കാർ എന്ന പേരിൽ അറിയപ്പെട്ടത് കുഞ്ഞാലി മൂന്നാമനാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് ചാലിയം കോട്ട തിരിച്ചു പിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് ആരാണ്, ചോദ്യം ചോദിച്ചിരുന്നു. അതേപോലെ തന്നെ ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്. അതേപോലെ ഇന്ത്യൻ സമുദ്രത്തിന്റെ ആധിപത്യത്തിന് വേണ്ടി കാട്ടസ് വ്യവസ്ഥ നടപ്പിലാക്കിയ പാശ്ചാത്യ രാജ്യം താഴെ പറയുന്നവയിൽ ഏതാണ്. അതേപോലെ ഇന്ത്യൻ സമുദ്രത്തിലെ വ്യാപാരത്തിനു മേൽ കുത്തക സ്ഥാപിക്കുന്നതിനുള്ള വ്യവസ്ഥിതയായ കാട്ടസ് കൊണ്ടുവന്നത് ഏത് വിദേശീയരാണ്, അല്ലെങ്കിൽ ഏത് യൂറോപ്യനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവും നിലവിൽ എന്ത് ചെയ്തിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലാസ് ഇത്രയാണ് നമ്മൾ അറൈവൽ ഓഫ് യൂറോപ്യൻസിൽ യൂറോപ്യൻ്റെ അകത്ത് നമ്മൾ പഠിച്ചത് പോർച്ചുഗീസുകാരെ കുറിച്ചാണ്. അപ്പോൾ പോർച്ചുഗീസുകാരുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വളരെ വ്യക്തമായി തന്നെ മനസ്സിലായി എന്ന് കരുതുന്നു. ഇതിനുശേഷം ക്ലാസ് കണ്ടതിന് ശേഷം നേരെ നിങ്ങൾ ടെലഗ്രാമിലേക്ക് പോരെ. ടെലഗ്രാമിൽ ഇതിൻ്റെ ഈ PDF നോട്ട് അവൈലബിൾ ആയിരിക്കും. അത് 1 or 2 തവണ ഒന്നുകൂടിയും വായിക്കുക. അതിനുശേഷം 9 മണിക്ക് നമുക്ക് ക്വസ്റ്റ്യൻ ബോൾ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ ബോളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ SCRT, NCRT, കേരള ലിറ്റററി മിഷൻ, ശ്രീധരൻ മേനോന്റെ ടെക്സ്റ്റ് ബുക്കുകൾ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ റെഫർ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് നോട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും ഡെപ്തിലേക്കുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടാണ്. ഇതും വായിച്ച് ക്വസ്റ്റ്യൻ ബോളും അറ്റൻഡ് ചെയ്ത് ക്ലാസ്സും കണ്ടൊരു ഉദ്യോഗാർത്ഥിക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഏത് ചോദ്യം ചോദിച്ചാലും എന്ത് ചെയ്യാൻ പറ്റും, എഴുതാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാൻ പോകുന്നത്, നമുക്കറിയാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറയുന്ന മലയാളത്തിലെ ശൈലികൾ എന്ന് പറയുന്ന സംഭവം. അതായത് എന്താണ്, നിലവിൽ ചുരുങ്ങിയ വാക്കുകൾ വിശാലമായ ആശയം ഉൾക്കൊള്ളുന്നവയാണ് ശൈലികൾ എന്ന് പറയുന്നത്. ലോകോക്തികൾ, ന്യായങ്ങൾ എന്നിവയാണ് ശൈലികളിൽ എന്ത് ചെയ്യുന്നത്, ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, അങ്ങനെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് PSC എക്സാമുകളിൽ ചോദിച്ച കുറച്ച് ശൈലികൾ നമുക്ക് പരിചയപ്പെടാം. മലയാളത്തിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും, 1 മാർക്ക് ഈ പറയുന്ന ശൈലികളിൽ നിന്നും നിങ്ങൾക്ക് വരാം. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഇതൊന്ന് പഠിക്കുക. ഓക്കെ, ആകാശ കുസുമം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലാത്ത വസ്തുവിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ആകാശ കുസുമം എന്ന് പറയുന്നത്. നമ്മൾ പറയില്ലേ, നമുക്കിപ്പോൾ ലോട്ടറി അടിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ലോട്ടറി നിലവിൽ എടുത്തിട്ട് പോലും ഇല്ലാത്ത ആളുകളായിരിക്കും ലോട്ടറി അടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യും, BMW എടുക്കും. അതേപോലെ തന്നെ എന്താണ് 5000 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടുണ്ടാക്കും. അതേപോലെ തന്നെ എന്താണ് ഒത്തിരി ആളുകൾക്ക് നന്മ ചെയ്യുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും ഞാൻ ചെയ്യും. അതേപോലെ തന്നെ എന്താണ് കുറേ ആളുകൾക്ക് ഞാൻ വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കും. അങ്ങനെ കുറേ കാര്യങ്ങൾ. പക്ഷെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഈ പറയുന്ന ഒരു സംഭവം നമ്മൾ എടുത്തിട്ട് പോലുമില്ല, എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ മനക്കോട്ട കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സംഭവമാണ് എന്തെന്ന് പറയുന്നത്, ആകാശ കുസുമം എന്ന് പറയുന്നത്. അപ്പോൾ ഇല്ലാത്ത വസ്തുവിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുക, സ്വപ്നം കാണുക. അടുത്തത് ആകാശ കോടാലി, അതായത് വിചാരിക്കാത്ത ആപത്ത്, പെട്ടെന്നുണ്ടാകുന്ന ഒരു ആപത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആകാശ കോടാലി എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് നമ്മുടെ മുന്നിലേക്ക് ഒരു വണ്ടി ഓവർടേക്ക് ചെയ്ത് വരുന്നു, പെട്ടെന്ന് എന്ത് ചെയ്യണം, നമ്മുടെ വണ്ടി ആക്സിഡന്റ് ആവുകയാണ്. അപ്പോൾ വരാത്തൊരു, അതായത് ഒരിക്കലും നമ്മൾ അങ്ങനെ പോകുമ്പോൾ അങ്ങനെ ഒരു പ്രതീക്ഷ അവിടെ ഇല്ല, പക്ഷെ എന്ത് ചെയ്യാണ്, പെട്ടെന്നുണ്ടാകുന്ന ഒരു സംഭവം, അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ആകാശ കോടാലി. ഓക്കെ, അടുത്തതാണ് ആകാശക്കോട്ട. നമ്മൾ പലപ്പോഴും കാണാറുണ്ട്, ഇപ്പൊ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ തന്നെ
ലോട്ടറി അടിച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു, അതുകൊണ്ടുണ്ടാകുന്ന കുറേ എന്താണ് സൗഭാഗ്യങ്ങളെ കുറിച്ച് ആലോചിച്ച് എന്ത് ചെയ്യുക, ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ എന്താണ്, നമ്മൾ ഒരിക്കലും റിയൽ ലൈഫിലല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ആകാശക്കോട്ട കാണുന്നത്. അത് നമ്മൾ എന്താണ്, അത് നമ്മുടെ സ്വപ്നങ്ങളാണ്, നടക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ സ്വപ്നങ്ങൾ. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ആകാശക്കോട്ട. അതായത് നമ്മൾ ചുമ്മാ വെറുതെ ഇങ്ങനെ എന്ത് ചെയ്യുക, മനോരാജ്യം കെട്ടിക്കൊണ്ടിരിക്കുക. ചിലപ്പോൾ അത് നടക്കാം, അത് 90% എന്താണ്, നടക്കാത്ത കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു സ്വപ്നങ്ങൾ. അതാണ് എന്തെന്ന് പറയുന്നത്, ആകാശക്കോട്ട. അടുത്തത് ആകാശമിടിയുക, അതായത് വലിയ ആപത്ത് നേരിടുക. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആകാശമിടിയുക. അപ്പൊ നമുക്കറിയാം അത്രയും വലിയൊരു സംഭവം, ഇപ്പോൾ ഫ്ലഡ്, അതേപോലെ തന്നെ കൊറോണ, അങ്ങനെ വലിയൊരു വിപത്ത് നമ്മുടെ ഇടയിലേക്ക് വന്നു. അതിനെയാണ് ആകാശമിടിയുക. ഓക്കെ. അടുത്തതാണ് അരണബുദ്ധി എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇപ്പൊ കുറച്ചു മുമ്പ് ഒരു കാര്യം പറഞ്ഞു, ആ കാര്യം പറഞ്ഞു കഴിഞ്ഞ് അപ്പുറത്തേക്ക് മാറിയപ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യുന്നു, ആ കാര്യം മറന്നു പോകുന്നു. ഓക്കെ. അതായത് ഇപ്പൊ നമ്മൾ എങ്ങോട്ടെങ്കിലും പോകാനായിട്ട്, ഇപ്പൊ കേരള PSCയുടെ ഓഫീസിലേക്ക് നമ്മൾ പോകാനായിട്ട് എന്ത് ചെയ്യാണ്, നിലവിൽ ഇറങ്ങിത്തിരിക്കുകയാണ്. അപ്പൊ എവിടെയാണ് ഇത് കറക്റ്റായിട്ട് ഇറങ്ങേണ്ടത്, അല്ലെങ്കിൽ എവിടെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ കാര്യങ്ങൾ ചെയ്യും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഒരു വ്യക്തിയുടെ അടുത്ത് ചോദിച്ചിട്ട് അപ്പുറത്തേക്ക് മാറി നമ്മൾ വീണ്ടും ബസ്സിൽ കയറി കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആ കാര്യമൊക്കെ മറന്നുപോയി, വീണ്ടും അത് ചോദിക്കേണ്ട അവസ്ഥയിലേക്ക് പോകുന്നു. അപ്പോൾ എന്താണ്, പെട്ടെന്ന് മറക്കുന്ന സ്വഭാവം, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അരണബുദ്ധി എന്ന് പറയുന്നത്. അപ്പൊ അരണബുദ്ധി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, പെട്ടെന്ന് മറക്കുന്ന സ്വഭാവത്തെയാണ് അരണബുദ്ധി എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വെച്ചോ. ഒത്തിരി തവണ PSC എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അടുത്തതാണ് അരക്കച്ച മുറുക്കുക. നമ്മൾ പറയാറില്ലേ, അരക്കച്ച മുറുക്കി ഞാൻ ഈ പ്രാവശ്യം ഇറങ്ങിത്തിരിക്കുകയാണ്, ASM നേടിയിട്ടേ ഞാൻ എന്ത് ചെയ്യത്തുള്ളൂ, വരത്തുള്ളൂ. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, അരക്കച്ച അങ്ങ് മുറുക്കി അങ്ങ് ഇറങ്ങിക്കോ, ASM നമ്മുടെ കയ്യിലിരിക്കും. ഓക്കെ. അപ്പോൾ തയ്യാറായിട്ട് അങ്ങ് ഇറങ്ങുക. അപ്പൊ അതിനാണ് എന്തെന്ന് പറയുന്നത്, അരക്കച്ച മുറുക്കുക. അപ്പൊ അരക്കച്ച മുറുക്കി വേണം നമുക്ക് എന്ത് ചെയ്യാനായിട്ട്, ASM പിടിച്ചെടുക്കാനായിട്ട്. ഓക്കെ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് തന്നെ പഠിക്കുക, കറക്റ്റായിട്ട് റിവിഷൻ ചെയ്യുക, കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക, കറക്റ്റായിട്ട് വർക്കൗട്ട് ചെയ്യുക. നമ്മുടെ കയ്യിലിരിക്കും അപ്പൊ എന്ത്, ASM എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തത് അരിയറ്റു പോവുക. അരിയറ്റു പോവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മരിക്കുക എന്നുള്ളതാണ് അരിയറ്റു പോവുക. അടുത്തത് അവതാളത്തിലാവുക, അപകടത്തിലാവുക, അതിനെയാണ് അവതാളത്തിൽ ആവുക എന്ന് പറയുന്നത്. അടുത്തതാണ് അയഞ്ഞ കമ്പിളി. അഭിപ്രായ സ്ഥിരതയില്ലാത്ത ആൾക്കാരെ നമുക്ക് എന്തെന്ന് വിളിക്കാം, അയഞ്ഞ കമ്പിളി. അതായത് നമ്മുടെ അടുത്ത് ഒരു അഭിപ്രായം പറയും, അത് കഴിഞ്ഞിട്ട് 4 ആള് കൂടി കഴിയുമ്പോൾ എന്ത് ചെയ്യും, അവരോട് ചേർന്ന ഒരു അഭിപ്രായമായിരിക്കും പറയണത്. അപ്പൊ എന്താണ്, നിലവിലത്തെ ഈ ഭൂരിപക്ഷങ്ങളൊക്കെ നോക്കിയിട്ട് രാഷ്ട്രീയക്കാരുടെ ഒരു ലെവല്, അതായത് ആരെയും വെറുപ്പിക്കില്ലാത്ത ലെവലിൽ എന്ത് ചെയ്യും, എല്ലാവരുടെയും കൂടി അഭിപ്രായങ്ങൾ പറയും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മുടെ ജീവിതത്തിലും എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിക്കുക. കാരണം അയഞ്ഞ കമ്പിളി എപ്പോഴും നമുക്ക് എന്താണ്, പ്രശ്നമാണ് ഉണ്ടാകത്തുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഏതെങ്കിലും എന്താണ് അയഞ്ഞ കമ്പിളിക്കാരാരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക, ഏതാണ് നിങ്ങളുടെ അയഞ്ഞ കമ്പിളി എന്നുള്ളത്. ഓക്കെ. ഇനി അരയും തലയും മുറുക്കുക, തയ്യാറാവുക, അതിനെയാണ് അരയും തലയും മുറുക്കുക. നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ, അതായത് അരക്കച്ച മുറുക്കുക, സെയിം മീൻ തന്നെയാണ് അരയും തലയും മുറുക്കുക. അത് അടുത്തതാണ് അരക്കൈ നോക്കുക. നമ്മൾ പറയാറില്ലേ, അതായത് എന്തായാലും നമ്മൾ ഇറങ്ങി തിരിച്ചു, ഇനി എന്തായാലും എന്താണ്, അരക്കൈ നോക്കിയിട്ട് തന്നെയാണ് ബാക്കി കാര്യമുള്ളൂ. ചിലവരെന്ത് ചെയ്യും, LDCക്കൊക്കെ വേണ്ടിയിട്ട് തയ്യാറാവും. അപ്പോൾ ആദ്യമായിട്ട് ബിഗിനേഴ്സ് ആയിട്ടുള്ള കുറേ ഉദ്യോഗാർത്ഥികളൊക്കെയാണ്. അപ്പോൾ എന്ത് ചെയ്യും, തയ്യാറായി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ലിസ്റ്റിൽ വന്നേ, അല്ലെങ്കിൽ പ്രൊഫൈൽ മെസ്സേജ് വന്നില്ല, അല്ലെങ്കിൽ ലിസ്റ്റിൽ വന്നില്ലെങ്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഇതെന്തായാലും നമ്മൾ നോക്കി, വലിയ കാര്യമൊന്നും ഉണ്ടായില്ല, ഇനി നമുക്ക് എന്ത് ചെയ്തേക്കാം, ഈ പരിപാടിയൊന്നും നമുക്ക് പറ്റത്തില്ല, നമ്മൾ അടുത്ത പരിപാടി പ്രൈവറ്റ് ഫേമിൽ കയറാം, അങ്ങനെ പോകുന്ന ആളുകളുണ്ട്. അപ്പൊ അങ്ങനെയൊന്നും പോവാതെ എന്ത് ചെയ്യുക, അരക്കൈ നോക്കുക. അതായത് എന്തായാലും ഇറങ്ങി തിരിച്ചു, ഇനി എന്ത് ചെയ്യുക, അതിൻ്റെ ഒരു അറ്റം കണ്ടിട്ടാണ് നമ്മൾ കയറത്തുള്ളൂ. അങ്ങനെ തന്നെ എന്ത് ചെയ്യുക, പറഞ്ഞ് മുന്നോട്ടേക്ക് അങ്ങ് പോവുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ കയ്യിലായിരിക്കും വിജയം വരുന്നത്. ഓക്കെ. അടുത്തതാണ് എന്തെന്ന് പറയുന്നത്, അയ്യരുകളി. അതായത് മത്സരിച്ച് തന്നെ വിജയിക്കണം എന്നാണ് ഞാൻ അതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഓക്കെ. അയ്യരുകളി എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരം പോക്ക്. നമ്മൾ പറയല്ലേ, ഇവനൊക്കെ എപ്പോഴും അയ്യരുകളിയാണ്, ഇപ്പോഴും എന്താണ്, ഒരു സീരിയസ് ലൈഫിലേക്ക് വന്നിട്ടില്ല, നേരം പോക്ക് അത്രയാണ്. അപ്പൊ അതാണ് ഉദ്ദേശിക്കുന്നുള്ളൂ, എന്ത്, അയ്യരുകളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരം പോക്ക് എന്നുള്ളതാണ് അയ്യരുകളി. അപ്പോൾ നമ്മൾ ഏകദേശം 10ഓളം എന്താണ് ശൈലികളാണ് പറഞ്ഞത്. അപ്പോൾ ആകാശകുസുമം എന്താണ്, ഇല്ലാത്ത വസ്തുവാണ് ആകാശകുസുമം. അടുത്തത് ആകാശക്കോടാലി, വിചാരിക്കാത്ത ആപത്ത് വന്നതിനെയാണ് ആകാശക്കോടാലി. അടുത്തത് ആഘോഷക്കോട്ട, മനോരാജ്യം കെട്ടുക, അതാണ് ആകാശക്കോട്ട. അടുത്തത് ആകാശം ഇടിയുക, വലിയ ആപത്ത് നേരിടുക. അരണബുദ്ധി, പെട്ടെന്ന് മറക്കുന്ന സ്വഭാവത്തെയാണ് അരണബുദ്ധി. അടുത്തത് അരക്കച്ച മുറുക്കുക, തയ്യാറാവുക. അരിയറ്റു പോവുക, മരിക്കുക. അവതാളത്തിലാവുക, അപകടത്തിൽ ആവുക. അയഞ്ഞ കമ്പിളി, അഭിപ്രായ സ്ഥിരതയില്ലാത്തവനാണ് അയഞ്ഞ കമ്പിളി. അരയും തലയും മുറുക്കുക, തയ്യാറാവുക.
അരക്കൈ നോക്കുക, മത്സരിച്ചു നോക്കുക. അയ്യരുകളി, നേരം പോക്ക്. അടുത്തത് ഇഡിയംസ് ആൻഡ് ഫ്രേസ്. ഇംഗ്ലീഷിൽ ഉറപ്പായിട്ടും 1 മാർക്ക് നമുക്ക് ഇതിൽ നിന്നും പ്രതീക്ഷിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു 10 ഇഡിയംസും അതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയത്. അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും ഇങ്ങനെ എന്താണ് ഈ പറയുന്ന മലയാളത്തിലെ കുറച്ച് 10-15 വാക്ക് പഠിക്കാം. ഇഡിയംസും ഇംഗ്ലീഷിലെ 10-15 വാക്കുകൾ പഠിക്കണം. അടുത്തത് മാത്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും നമുക്ക് അടുത്തൊന്നുകൂടി നോക്കാം. എ ബോൾട്ട് ഫ്രം ദ ബ്ലൂ, എ സഡൻ അൺഎക്സ്പെക്റ്റഡ് ഇവന്റ്. പെട്ടെന്നുണ്ടാകുന്ന ഒരു സംഭവത്തെയാണ് എന്തെന്ന് പറയുന്നത്? എ ബോൾട്ട് ഫ്രം ദ ബ്ലൂ എന്ന് പറയുന്നത്. എ സഡൻ ആൻഡ് അൺഎക്സ്പെക്റ്റഡ് ഇവന്റ് ആണ് എന്തെന്ന് പറയുന്നത്? ബോൾട്ട് ഫ്രം ദ ബ്ലൂ, പെട്ടെന്നുണ്ടാവുന്ന എന്തെങ്കിലും ഒരു സംഭവം. ഓക്കെ. എ സ്റ്റോൺ ത്രോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ് എ ഷോർട്ട് ഡിസ്റ്റൻസ്, അതായത് ഒരു വിളിപ്പാടകലെ. നമ്മൾ പറയാറില്ല ഒരു കൈ വിളിപ്പാടകലെ അവൻ അവിടെ ഉണ്ട്, എന്ത് കാര്യമുണ്ടെങ്കിലും എന്ത് ചെയ്യുക, നിനക്ക് എന്നെ വിളിക്കാം, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് പറയാം, ഞാൻ നിന്റെ ഒരു വിളിപ്പാടകലെ നിൽക്കുന്നുണ്ട് എന്ന് പറയാറുണ്ട്. അപ്പൊ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? അറ്റ് എ സ്റ്റോൺ ത്രോ. ഓക്കെ, അതായത് ഒരു വിളിപ്പാടകലെ. എ ചിപ്പ് ഓൺ യുവർ ഷോൾഡർ, ബീങ് അപ്സെറ്റ് ഫോർ സംതിങ് ദാറ്റ് ഹാപ്പൻഡ് ഇൻ ദ പാസ്റ്റ്. അതായത് കഴിഞ്ഞ കാലത്തെ ഓർത്ത് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ. അതാണ് എന്തെന്ന് പറയുന്നത്? ചിപ്പ് ഓൺ യുവർ ഷോൾഡർ എന്ന് പറയുന്നത്. അപ്പൊ കഴിഞ്ഞ കാലത്ത് ഇപ്പോൾ നമുക്ക് പല പല പ്രതിസന്ധികളും പല പല സങ്കടങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ആലോചിച്ച് സങ്കടപ്പെട്ടിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും സംഭവിക്കാനില്ല. നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് വരാനിരിക്കുന്ന നല്ല കാലങ്ങളെക്കുറിച്ച് ആലോചിച്ച് അതിനെക്കുറിച്ച് ചിന്തിച്ച് സ്വപ്നം കണ്ട് മുന്നോട്ടേക്ക് പോവാം. അതാണ് പോസിറ്റീവ് എന്ന് പറയുന്നത്. അല്ലാതെ നമ്മളിപ്പോൾ കഴിഞ്ഞ എക്സാമിന് ഞാൻ കുറെ നെഗറ്റീവ് അടിച്ചു, കുറെ ഞാൻ കാണാതെ പോയി ക്വസ്റ്റ്യൻസ്, അതേപോലെ എനിക്ക് അറിയാവുന്നത് ഞാൻ കുറെ സ്കിപ്പ് ചെയ്തു, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന അടുത്തൊരു എക്സാം ചളമാക്കുന്നതിനേക്കാൾ ഭേദം അങ്ങനെ ഒരു സംഭവം നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടില്ല, അതിനെക്കുറിച്ച് ഇനി ഞാൻ ചിന്തിക്കത്തില്ല എന്ന് കരുതി നമ്മൾ പുതിയൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതല്ലേ ബെറ്റർ ഓപ്ഷൻ. അതാണ് എന്തെന്ന് പറയുന്നത്? കഴിഞ്ഞ കാലത്തെക്കുറിച്ചൊന്നും ഓർക്കാതെ വരും നല്ല കാലത്തെക്കുറിച്ച് ആലോചിച്ച് മുന്നോട്ടേക്ക് പോവുക. ഓക്കെ, അടുത്തതാണ് എ ഡൗട്ടിങ് തോമസ്, വൺ ഹു ഈസ് സ്പെക്ച്വൽ ആൻഡ് റെഫ്യൂസ് ടു ബിലീവ് സംതിങ് വിത്തൗട്ട് പ്രൂഫ്. ഒരു കാര്യവും എന്തില്ല, പ്രൂഫ് ഇല്ലാതെ വിശ്വസിക്കില്ല. ഓക്കെ, അപ്പൊ എന്ത് കാര്യം നമ്മൾ പറഞ്ഞാലും അയാൾക്ക് എന്ത് വേണം? പ്രൂഫ് വേണം. അതായത് എവിഡൻസ് ഇല്ലാതെ ഒരു കാര്യത്തെക്കുറിച്ചും അവരെന്ത് ചെയ്യില്ല, വിശ്വസിക്കാത്ത ആളുകളുണ്ട്. നമ്മളിപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ചില ആളുകൾ നമ്മുടെ അടുത്ത് അതിനിപ്പോൾ എന്താ പ്രൂഫ് ഉള്ളത്, അല്ലെങ്കിൽ അതിനെന്താ ഇപ്പോൾ എത്ര വലിയ എവിഡൻസ് എന്താ, അത് പറ, എന്നിട്ട് ഞാൻ അതെന്താന്നുള്ളത് ഞാൻ പറയാൻ ബാക്കി കാര്യം എന്ന് പറയുന്ന കുറെ ആളുകളുണ്ട്, നമ്മുടെയൊക്കെ ഫ്രണ്ട്സുകൾ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഡൗട്ടിങ് തോമസ്. എന്ത് പറഞ്ഞാലും അവർക്ക് എന്ത് വിശ്വാസം ഉണ്ടാവില്ല, എല്ലാത്തിനും പ്രൂഫ് വേണം. ഓക്കെ, വൃത്തികെട്ട ആളുകളാണ് അങ്ങനെയുള്ള ആളുകൾ. ഓക്കെ, യെസ്, അല്ല ഞാൻ ചുമ്മാ തമാശക്ക് പറയണേ കേട്ടോ, ഇതൊക്കെ നമ്മൾ പെട്ടെന്ന് പഠിക്കാൻ വേണ്ടി. ഓക്കെ, എ പീസ് ഓഫ് എ കേക്ക്, എ ടാസ്ക് ദാറ്റ് ക്യാൻ ബി അക്കംപ്ലിഷ്ഡ് വെരി ഈസിലി. എ പീസ് ഓഫ് എ കേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എന്താണ് നമുക്കൊരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ചെറിയ കാര്യം, അതിനെയാണ് എ പീസ് ഓഫ് കേക്ക്. അടുത്തതാണ് എ സ്ലാപ്പ് ഓൺ ദ റിസ്റ്റ്, എ വെരി മൈൽഡ് പണിഷ്മെന്റ്. നമ്മൾ പറയില്ലേ സ്ലാപ്പ് ഓൺ ദ റിസ്റ്റ്, ചെറുതായിട്ട് നമ്മൾ ഈ നമ്മുടെ കയ്യിലൊക്കെ ഒന്ന് തട്ടിട്ട് എന്തുവാടാ നീ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് നീ ചെയ്യുന്നത് എന്ന് നമ്മൾ വളരെ സ്നേഹത്തോടു കൂടി ചെറിയൊരു പണിഷ്മെന്റ് ആയിട്ട് നമ്മൾ ചെറുതായിട്ട് കയ്യിലൊക്കെ തട്ടി നമ്മൾ പറയുന്നത്, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? എ സ്ലാപ്പ് ഓൺ ദ റിസ്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് എ ഡൈം എ ഡസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിത്തിങ് ദാറ്റ് കോമൺ ആൻഡ് ഈസി ടു ഗെറ്റ്, പെട്ടെന്ന് കിട്ടുന്ന എന്ത് കാര്യവും, അതാണ് ഡൈം എ ഡസൺ. അടുത്തത് എ ടോസ് അപ്പ്, എ സിറ്റുവേഷൻ ഇൻ വിച്ച് ദാറ്റ് എനി ഓഫ് ടു ഓർ മോർ ഓപ്ഷൻ ഈസ് ഈക്വലി പോസിബിൾ ഓർ ഈക്വലി അട്രാക്റ്റീവ്. നമ്മൾ പറയില്ലേ ടോസ് ഇട്ട് കണ്ടുപിടിക്കാം, അതായത് രണ്ട് പക്ഷത്തുള്ള രണ്ട് ആളുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അവരെ എന്ത് ചെയ്യണം, കൺവിൻസ് ചെയ്യിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടോസ് ചെയ്യണത്. അപ്പോൾ ടോസ് ഇട്ടിട്ട് അതിൻ്റെ അകത്ത് എന്താണ് ഒരു കൺവിൻസ് ആയിട്ടുള്ള ഒരു മറുപടി അതിൻ്റെ അകത്ത് എടുക്കുക, അതിനെയാണ് ടോസ് അപ്പ്. അടുത്തത് ആഡ് ഫ്യൂവൽ ടു ദ ഫയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ കോസ് എ സിറ്റുവേഷൻ എ കോൺഫ്ലിക്റ്റ് ടു ബിക്കം മോർ ഇൻറ്റൻസ്. ചെറിയൊരു കാര്യമായിരിക്കും ചിലപ്പോൾ എന്ത് നമ്മുടെ ഇടയിൽ ഉണ്ടാകുന്നത്, അതിനെ അങ്ങ് ഊതി പെരുപ്പിച്ച് എന്ത് ചെയ്യുക, അവസാനം അതങ്ങ് തീർത്ത് കളയുക. ഓക്കെ, അതായത് ഒരു കുഞ്ഞു കാര്യങ്ങൾ ഒരു ഫാമിലിയിലുള്ള കാര്യമായിരിക്കും, ആ ഒരു ഫാമിലിയുടെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞ് ആ രണ്ട് ഫാമിലിയും പിന്നെ ഒരിക്കലും കാണാത്ത രീതിയിലേക്ക് ആക്കുക. അല്ലെങ്കിൽ രണ്ട് ഫ്രണ്ട്സ് തമ്മിൽ ചെറിയൊരു ചെറിയൊരു വിഷയം, അതായത് കുഞ്ഞെന്തോ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്തേക്ക് ചില ആൾക്കാർ വന്നിട്ട് പറയും നീ അങ്ങനെ പറഞ്ഞു, നീ ഇങ്ങനെ പറഞ്ഞു, ഇവളാണ് ആദ്യം അങ്ങനെ പറഞ്ഞത്, അല്ലെങ്കിൽ ഇവനാണ് ആദ്യം ഇങ്ങനെ പറഞ്ഞത്, അങ്ങനെ പറഞ്ഞു പിന്നെ ഒരിക്കലും നമ്മൾ നേര് നോക്കി കാണാൻ പറ്റാത്ത ഒരു ലെവലിലേക്ക് മാറ്റി കൊടുക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അപ്പൊ അവരെയാണ് എന്തെന്ന് പറയുന്നത്? ആഡ് ഫ്യൂവൽ ടു ദ ഫയർ എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ
എന്താണ് കീപ് സം ഡിസ്റ്റൻസ്, അവരിൽ നിന്ന് മാക്സിമം നമ്മൾ ഒന്ന് ഒഴിഞ്ഞു നിൽക്കുക. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ അവരെന്ത് ചെയ്യും, ഇല്ലാതാക്കി കളയുന്ന കുറച്ച് ആളുകൾ. ഓക്കെ, അപ്പോൾ അവരെപ്പോഴും എന്ത് ചെയ്യുക, സൂക്ഷിക്കുക. അപ്പോൾ ആഡ് ഫ്യൂവൽ ടു ദ ഫയർ, എരിതീയിൽ എണ്ണ ഒഴിക്കുക എന്നുള്ളതാണ് അതിൻ്റെ എന്തെന്ന് പറയുന്നത് മലയാളത്തിലെ മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ചെറിയൊരു പ്രശ്നത്തെ എന്ത് ചെയ്യുക, അത് ഊതിപ്പെരിപ്പിച്ച് വലിയൊരു പ്രശ്നമാക്കി മാറ്റുക. അടുത്തത് എ വൂൾഫ് ഇൻ ഷീപ്പ് ക്ലോത്തിങ്, someone or something that looks harmless but it's really dangerous. ചില ആൾക്കാരെ നമ്മൾ കണ്ടാൽ മനസ്സിലാവും എന്ത്, അവർ ആട്ടിൻതോലിട്ട ചെന്നായകൾ എന്ന് നമ്മൾ പറയില്ലേ. അതായത് അവർ വളരെ നല്ല രീതിയിൽ നമ്മുടെ അടുത്ത് പറയും, എന്നിട്ട് എന്ത് ചെയ്യും, നമ്മുടെ അടുത്ത് വളരെ നല്ല രീതിയിൽ പറഞ്ഞ് അത് അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് തൊട്ടപ്പുറത്തേക്ക് മാറി എന്നിട്ട് പറയും, അവനോ അല്ലെങ്കിൽ അവളോ, എൻ്റെ ദൈവമേ, അവനെ ഒരിക്കലും വിശ്വസിക്കരുത്, അല്ലെങ്കിൽ അവളെ ഒരിക്കലും വിശ്വസിക്കരുത്, ഇവളീ പറയുന്ന ഒക്കെ നുണയാണ്, നിങ്ങളുടെ അടുത്ത് അത് വേറെ ലെവലിൽ പറഞ്ഞു, എൻ്റെ അടുത്ത് വേറെ ലെവലിൽ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യും, നമ്മൾ തമ്മിലുള്ള ടൈംസ് അങ്ങ് തെറ്റിക്കും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെയാണ് എന്തെന്ന് പറയുന്നത്, എ വൂൾഫ് ഇൻ ഷീപ്പ് ക്ലോത്തിങ്. ഓക്കെ, അതായത് ആട്ടിൻതോലിട്ട ചെന്നായ, നമ്മുടെ അടുത്തൊരു മുഖം മറ്റുള്ളവരുടെ അടുത്ത് വേറൊരു മുഖം. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ അടുത്തൊരു കാര്യം പറഞ്ഞ് മറ്റുള്ളവരുടെ അടുത്ത് നമ്മളെ കുറിച്ച് മറ്റൊരു കാര്യം പറയും. ഇങ്ങനെ വരുമ്പോഴും പ്രശ്നങ്ങൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണ് എ വൂൾഫ് ഇൻ ഷീപ്പ് ക്ലോത്തിങ്. അപ്പോൾ നമ്മൾ ഇതിന്റെ 12 പഠിച്ചു. എ ബോൾട്ട് ഫ്രം ദ ബ്ലൂ, എ സഡൻ ആൻഡ് അൺഎക്സ്പെക്റ്റഡ് ഇവന്റ്, സ്റ്റോൺ ത്രോ അറ്റ് എ ഷോർട്ട് ഡിസ്റ്റൻസ്, chip on your shoulder, being upset for something that happened in the past, doubting Thomas, one who is spectacle and refuse to believe something without proof, piece of a cake, a task that can be accomplished very easily, slap on the wrist, a very mild punishment, die a dozen എന്ന് വെച്ച് കഴിഞ്ഞാൽ anything that is common and easy to get, toss up, a situation in which that of two or more option is equally possible or equally attractive, add fuel to the fire, cause a situation conflict to become more intense, wolf in sheep clothing, someone or something that looks harmless but it is really dangerous. Okay, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് ഇംഗ്ലീഷിൽ പഠിക്കാനുള്ളൂ. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് മാത്സ് ആണ്. മാത്സിൽ നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്ന ശതമാനം എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ ശതമാനവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഏകദേശം ഒരു 20 ടൈപ്പ് എന്ത് ചെയ്യാണ്ട് മാത്സിലെ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാണ്ട്. അപ്പോൾ LDC മുതൽ നമുക്ക് നോക്കാം, LDC, LGS, അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന +2 ലെവൽ എക്സാംസ്, ഇത്രയും എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസുകൾ നമുക്ക് എന്ത് ചെയ്യാം, അതായത് മലയാളത്തിൽ വന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ഈ ഒരു മാത്സിൻ്റെ നമുക്ക് വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഞാൻ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ടെലഗ്രാമിലേക്ക് ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്യാണ്ട് ശ്രമിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾ ചോദിച്ചാൽ മതി, അത് നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. നമ്മുടെ നിലവിൽ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്ത ഉദ്യോഗാർത്ഥിയാണെങ്കിൽ എന്ത് ചെയ്യുക, ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. അവിടെയാണ് ഈ പറയുന്ന PDF നോട്ട്, അതേപോലെ തന്നെ എല്ലാ ദിവസവും ക്വസ്റ്റ്യൻ ബോൾ, ഡെയിലി കറണ്ട് അഫയേഴ്സ്, വീക്ക്ലി റിവിഷൻ, മന്ത്ലി മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് റിവിഷൻ. അപ്പോൾ ഇതെല്ലാം ടെലഗ്രാമിലായിരിക്കും നടക്കുന്നത്. ഇവിടെ നമുക്ക് യൂട്യൂബിൽ നിങ്ങൾക്ക് വേണ്ട ക്ലാസ്സുകൾ, വീഡിയോ ക്ലാസ്സുകൾ, റെക്കോർഡഡ് ക്ലാസ്സുകളായിരിക്കും തരുന്നത്. അപ്പോൾ എല്ലാ ദിവസവും ഏകദേശം ഒരു മണിക്കൂർ 1.5 മണിക്കൂർ വരുന്ന ക്ലാസ്സുകളാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ ഓരോ ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്ത് പോകും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ബാക്കിയുള്ള ദിവസങ്ങളിൽ സെക്രട്ടേറിയറ്റിൻ്റെ ക്ലാസ്സും ഉണ്ട്. അപ്പോൾ മാക്സിമം ഒരു ദിവസം, അതായത് ഒരാഴ്ച 3 ക്ലാസ്സുകൾ എന്ന രീതിയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്ത് പോകാവുന്ന തരത്തിലാണ് നമ്മൾ കോഴ്സ് സെറ്റ് ചെയ്തേക്കണേ. നമ്മൾ പറഞ്ഞിരുന്നു 75 ഹോട്ട് ടോപ്പിക്സ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ PSC എക്സാമുകളിൽ ഏറ്റവും കൂടുതൽ ചോദിച്ച ടോപ്പിക്സുകൾ എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ അതിന് മുന്നോടിയായിട്ടാണ് നമ്മൾ ഇന്നത്തെ ഫസ്റ്റ് ക്ലാസ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. ഒത്തിരി കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഓരോ ക്ലാസ്സുകളാണെങ്കിലും, അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്ന നോട്ട്സ് ആണെങ്കിലും, അതേപോലെ തന്നെ ഈ പറയുന്ന ക്വസ്റ്റ്യൻ ബോൾ, ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് അത്രയധികം ഡെഡിക്കേറ്റ് ആയി തന്നെയാണ്. അപ്പോൾ നിങ്ങളും അതേപോലെ തന്നെ എന്ത് ചെയ്യുക, ആത്മാർത്ഥതയോടുകൂടി തന്നെ സമീപിക്കുക, നല്ല രീതിയിൽ പഠിക്കുക, അതേപോലെ തന്നെ എന്ത് ചെയ്യുക, നന്നായിട്ട് റിവിഷൻ ചെയ്യുക. റിവിഷൻ എന്ന് പറയുന്നതാണ് മക്കളെ കോമ്പറ്റീറ്റീവ് എക്സാമിൻ്റെ ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ എക്സാംസുകൾ നമ്മൾ എന്ത് ചെയ്യുക, ചെയ്തു പഠിക്കുക. ഞാനപ്പോൾ OMR ബുക്ക്ലെറ്റ് ആരെങ്കിലും ഇനി വേണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ അത് ഇതിൻ്റെ PDF ആയിട്ടുള്ളൊരു ഫയൽ ഞാൻ നിങ്ങൾക്ക് ടെലഗ്രാമിലേക്ക് സെൻഡ് ചെയ്തേക്കാം. അപ്പോൾ അത് വെച്ച് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക, എക്സാംസുകൾ എഴുതുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളൂ. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി നമുക്ക് ഇതിൻ്റെ അടുത്തൊരു പാർട്ടിൽ കണ്ടുമുട്ടാം. അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക്. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.